الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. وعليكم السلام. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات، يسير من أمداه النبي محسنا، كفاني وأحوالي إلى الختم حسنا، وبالوحي فوق العرش والنور قسنا، يسود الورى من كلم الله بالسنا، وقام بساق العرش يستمع الوحي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ഇനി യസീറുൻ കുറച്ച്, അത് മുബ്തദയാണ്. എൻ്റെ ഖബറേതാ കഫാനീന്ന് അടുത്ത വരിയതാ മദീൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മദഹിൽ നിന്ന് കുറച്ച് പറഞ്ഞാൽ തന്നെ എന്തായി കാലിന് ഇടം മതിയാവും എന്നാ പറയുക കഫാനി. അപ്പം മിൻ അംദാഹി എന്നുള്ള മദഹിൻ്റെ ജമ്മാണ് അംദാഹ്. അതെന്തായിരിക്കും ഖത്തഹിൻ്റെ അംശയാണ് ശരിക്കും വരിക മിൻ അംദാഹി. പക്ഷെ ബെയ്ത്തൊക്കെ മണ്ണ് എന്താക്കിയത് വസ്ലാക്കി മാറ്റി മിൻ അംദാഹി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹികൾ നിന്ന് കുറച്ച്, ആ കുറച്ചെങ്ങനെ മുഹസ്സനൻ, നല്ല ഹസനാക്കപ്പെട്ട രീതിയിൽ. അപ്പം നല്ല സനതെല്ലാം ക്ലിയറാക്കി, അതിൻ്റെ റിവായത്തെല്ലാം കണ്ടീഷനാക്കി. ഇനി പാട്ടാണെങ്കിൽ എൻ്റെ മുസ്ലിൻ്റെ ഒപ്പിച്ച് നല്ല മുഹസ്സനായ രീതിയിൽ ആക്കിയാൽ കഫാനി എനിക്ക് മതി. എന്നിട്ടോ അഹ്വാലി എൻ്റെ അഹ്വാലുകൾ ഹസന, അത് നന്നാക്കുകയും ചെയ്തു. എവിടെ വരെ? ഇലൽ ഖത്മി, മരിക്കുന്നത് വരെ. ഖത്മേലാണ് അവസാനിപ്പിക്കൽ. എൻ്റെ അഹ്വാലെല്ലാം അത് നന്നാക്കി തരികയും ചെയ്യും. ആ കഫാനിൻ്റെ ബാക്കി. വബിൽ വഹജി, വഹജ് കൊണ്ട്. എവിടെ? ഫൗക്കൽ അർശ്, അർശിൻ്റെ മേലയിൽ നിന്ന് വഹയ് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ താലൂക്കടുത്തേക്ക് യസൂദുൽ വറാന, അതായത് മറ്റുള്ള അമ്പിയാക്കൾക്ക് എന്തില്ല അർശിൻ്റെ മേലെ കയറിക്കൊണ്ടുള്ള വഹയില്ല. വഹി ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ എത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗാലിബിലും എന്തുണ്ട്? ഭൂമിയിലുണ്ട്. ഇസ്രായേലിൻ്റെ ദിവസത്തിൽ ഖാസായ വഹി. അപ്പം ആ ഫൗക്കൽ അർശിലുള്ള വഹയ് കൊണ്ട് യസൂദുൽ വറാ, എല്ലാ പടപ്പുകളെയും തങ്ങളെന്തായി നേതാവായി മാറിയിരിക്കുന്നു. മനസ്സില്ലേ? എത്തരത്തിൽ വന്നൂറ് പ്രകാശം കസന എന്നാണ് കത്തിജ്വലിച്ചു. സനാ യസ്നു ഇതാണ് മാദിയാഫീലെന്നത്. ഇത് സനാ യസ്നു എന്നുള്ളത് മാദിയാഫീലായിട്ട് ഉപയോഗിച്ചു. അപ്പം എന്തായി? റഫഅ. ആ സന എന്നുള്ളത് അതിനെന്താക്കും? ഇസ്മാറ്റ് ഉപയോഗിക്കലുണ്ട്. അപ്പം അതാണ് നമ്മൾ ഹംസ ഓർമ്മ പറഞ്ഞത് വഖദ് ഹാല ദൂനഹും ദൂനഹും സനം വസനാവും. സനൻ എന്ന് പറഞ്ഞാൽ പ്രകാശം. അവിടെ എന്തുണ്ടാവില്ല. സനാഹ് എന്ന് പറഞ്ഞാൽ റിഫഅത്ത്.
لم يساوك في علاك وقادها لا دون منك دونهم وسناء. സനയും സനാവും എന്താക്കി രണ്ടെണ്ണം അറിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സനാഗ് എന്താണ്? ഉയർന്ന. ഇപ്പൊ സൂര്യനെടുക്ക്, സൂര്യന് സന കൊണ്ടും സന കൊണ്ടും, അത് മഹസൂസായ സാധനം, സന കൊണ്ടും സനാ കൊണ്ടും ഉയർന്നു. എന്താ സന? പ്രകാശം, ഉയർച്ചയും അല്ലേ? അതിനോടാ മൂപ്പർ തശ്ബീഹാക്കിയത്. അപ്പൊ മറ്റുള്ള അമ്പിയാക്കളെ വിട്ടിട്ട് സന കൊണ്ടും സനാ കൊണ്ടും. അപ്പൊ സന എന്നുള്ളത് ഇസ്മാക്കി പ്രയോഗിച്ചാൽ യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, അത് ഇസ്മാണ്. സനാ യസ്നു എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അപ്പൊ വന്നൂറ് കത് കിടക്കണമെങ്കിൽ ഫീലായിരിക്കണം. ഓരോന്ന് കദീനത്തുണ്ടാവുമല്ലോ. അപ്പൊ പ്രകാശം അങ്ങോട്ട് പരന്ന് ഉയർന്നു വന്നു. അപ്പോൾ അത് ഇഖാമ് ചെയ്തിട്ടാ വായിക്കല്. ഇഖാമിന്റെ അക്ഷരമല്ല ദാലും സീനും. ഒന്നിക്ക് മഖ്റജ് മുത്തഹിദാവണം, അല്ലെങ്കിൽ സിഫാത്തിലൊക്കണം, എന്തെങ്കിലും വേണ്ടേ. അപ്പം ദൂരത്തുള്ള സാധനം എന്താകില്ല, ഇഖാമ് ചെയ്യൂല. പക്ഷെ ബൈത്തിന് വേണ്ടി പല എന്തുണ്ട്, അളവുണ്ട്. അതാണ് കസ്സന. കാരണം ബൈത്ത് എന്നുള്ളത് ഒരു ഫന്നാണ്. ആ ഫന്നിന് അല്ലാഹു തആല അംഗീകാരം കൊടുത്തപ്പോൾ കുറേ വിട്ടുവീഴ്ചയും കൊടുത്തു. അംഗീകാരം കൊടുക്കാത്തതിന് വിട്ടുവീഴ്ച കൊടുക്കൂല. ഇപ്പം മഅസിയത്തിന്റെ സഫർ ചെയ്ത് ഭർത്താവിനോട് ചോദിക്കാതെ ഭാര്യ സഫർ പോയി, അല്ലെങ്കിൽ സയ്യിദിന്റെ സമ്മതമില്ലാതെ എന്താക്കി സഫർ പോയാൽ മഅസിയത്തിന്റെ സഫറാണ്. അപ്പൊ യാത്രയിൽ മഅസിയത്ത് തോന്നിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. അല്ലെങ്കിൽ മഅസിയത്ത് ലക്ഷ്യം വെച്ച് കൊണ്ടുപോയി, ഒരാളെ കൊല്ലാനാ പോകുന്നു, സഫർ മഅസിയത്തായി. അപ്പോൾ എന്താവൂല, ആ സഫർ അല്ലാഹ് അംഗീകരിക്കാത്തത് കൊണ്ട് ഖസ്റും ജമ്മാക്കാനൊന്നും അനുവദിക്കൂല. അവൻ ബൈത്ത് എന്നുള്ളത് ലോകത്തിന്റെ ഒരു ഫന്നാൻ. ഖുർആൻ തന്നെ ആണെന്നില്ല, ചില കാഫിക്കാൻ വേണ്ടിയിട്ട് അവിടെ നീട്ടുന്നതിന് ശരിക്കും അപ്പൊ റസൂൽ എന്നല്ല കൊണ്ടുപോകും. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ കത് കടക്കം എന്താ മനസ്സിലാക്ക. അപ്പൊ പണ്ട് പാട്ട് പാടുമ്പോ കത് ഉഴാന്ന് പാടലുണ്ട്, അത് തെറ്റാന്ന്. കത് അല അത് ആ ഫീലിൽ കത് കിടക്കും, മുലാരിയിൽ കിടക്കും. അതായത് ഫീലാകണം. അപ്പൊ പ്രകാശം എന്താ ഉയർന്ന് പടർന്ന് പന്തലിച്ച അവസ്ഥയിൽ അർശിന്റെ മേലെ വെച്ചിട്ട് വഹയ് കൊണ്ട് യസൂദുൽ വറ, പടപ്പുകൾ എന്താക്കുന്നത്, മറികടക്കുന്നുണ്ട്. സാധാ യസൂദു ആര്? മൻ കല്ലമല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച ഒരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സനാ എന്ന ഉയർച്ചയിൽ വെച്ച്. അവിടെ ഏതായി സനാ എന്നായിരിക്കും. അപ്പൊ ആകാശത്തിന്റെ അർശിന്റെ മേലയിൽ നിന്ന് കേട്ടോ. കല്ലമല്ലാഹുവിന്റെ വാക്കിയാണ്. വഖാമ, ആ അവർ നിൽക്കുകയും ചെയ്തു. അരി മങ്കല്ലമല്ലാഹു എന്ന് പറഞ്ഞ് വഖാമ ബിസാഖിൽ അർശി, അർശിന്റെ തൂണിന്റെ അടുത്ത്. എത്തരത്തിൽ നിന്നു യസ്തമിഉൽ വഹ്യ, അള്ളാഹുവിന്റെ ഖാസായ വഹയിനെ തങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. വഹയ് എന്ന അവസരത്തിൽ ശ്രദ്ധ എങ്ങോട്ടും പോകില്ല, പരിസരം തന്നെ അറിയില്ല. അപ്പൊ ഖാസായ വഹയിലും സാധാരണ അമ്മായ വഹി, ഇവിടെ പല തരത്തിലും വഹി വരും. നമ്മ പണ്ട് പറഞ്ഞു ഖാസായ വഹിയാണിത്, അത് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടില്ല. ആ ഖാസായ, അതാണ് അൽ വഹി, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഖാസായ വഹയെ ശ്രദ്ധിച്ചുകൊണ്ട് അർശിന്റെ ആ തൂണിൻ്റെ അടുത്ത് തങ്ങൾ എന്താക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പാടാം. وكان السنا مرقاه بعد جواده إلى أن غدا من قربه جواده يرى نور رب العرش لا بفؤاده ولكنه بالعين
أثبته رؤيا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات إلى ربه ربنا കൊള്ളെ ആ കൊള്ളയെന്ന് പറഞ്ഞത് നമ്മൾ എന്താകണം തസ്ബീഹ് സൂക്ഷിക്കണം കാരണം മഹസൂസായ സാധനം മഹസൂസിലേക്ക് എത്തുന്നവരെ ഇലയല്ല അപ്പം എന്താക്കും അതിനെ തഹ്വീൽ കൊടുക്കുമ്പോൾ തങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേക സ്ഥലം തയ്യാറാക്കി അടുത്ത കാര്യക്കും പ്രവേശനമില്ല ആ സ്ഥലം അള്ളാഹുവിലേക്ക് നിസ്ബ ചെയ്തു ഇതുപോലെ ബൈത്തുല്ലാഹി എന്ന് പറഞ്ഞ അർമുല്ലാഹി എന്ന് പറഞ്ഞ മതി ആ ഖുസൂസിയത്തിന് വേണ്ടി അവിടത്തേക്ക് എന്താക്കി ലൈലൻ രാത്രിയിൽ സഞ്ചരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചു ഈ സവാദിഹി എന്ന് പറഞ്ഞാൽ സവാദിന് ഇരുട്ട് എന്നൊരർത്ഥമുണ്ട് അപ്പം 27-ാം രാവ് ഇരുട്ടായിരിക്കുമല്ലോ അതാണ് ഖാദിർ പറഞ്ഞത് വസറൈത ലൈലൻ ലാ യസാലു ബഹീമാ ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ തങ്ങൾ സഞ്ചരിച്ചു 27-ാം രാവ് ഇരുട്ടായിരിക്കുമല്ലോ മാസം ലാസ്റ്റാകുമ്പോൾ പിന്നെ സവാദ് എന്ന് പറഞ്ഞതിന് പറയുന്നത് മങ്കസറ സവാദ കൗമൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസം ഞാൻ നട്ടോതിയിരുന്നു ഒരു കൗമിൻ്റെ അംഗസംഖ്യ എന്താക്കി വർദ്ധിപ്പിച്ചാൽ അപ്പൊ സാലിഹീങ്ങളെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു ആളെ കൂട്ടി കൊടുക്കലില്ല അങ്ങനെയും അർത്ഥമുണ്ട് അപ്പൊ സവാദ് എന്നുള്ളത് ആൾക്കൂട്ടം ജമാഅത്ത് എന്നാക്കിയാണെങ്കിൽ തങ്ങളെ സഹകരിക്കാൻ വേണ്ടി ധാരാളം മലായിക്കത്തുകൾ ഒന്നിച്ചിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ നേതൃത്വം വഹിക്കുന്നു അല്ലെങ്കിലോ രാത്രിയുടെ ജമാഅത്തും മിനൽ മലായിക്ക ഒന്നിക്ക് അർത്ഥം കൊടുക്കാൻ ഉൽമത്തുല്ലയിലും അർത്ഥം കൊടുക്കാം അതെ അതിന് ലൈലൻ എന്ന് പറഞ്ഞതിന് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്ന് പറഞ്ഞാല് അവിടെ തഫ്സീർ പറഞ്ഞെന്താണ് സറ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിച്ച് അപ്പം മഗ്രിബിനെ തുടങ്ങിയിട്ട് ഫജ്ർ സാദിക്ക് വരെ പോക്ക് ആയാലും പറഞ്ഞ സറാന്ന് പക്ഷെ അതിൽ ലൈലൻ ആ രാത്രിയിൽ നിന്നുള്ള ചെറിയൊരു അംശം എന്ന് കാണിക്കാനാണ് ലൈലെന്ന് കൂട്ടിക്കൊടുത്തത് മസ്തദ് കുറഞ്ഞ സമയം കൊണ്ടാണ് യാത്ര നടന്നത് അത് തഫ്സീറിന്റെ കിതാബിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ കേട്ടോ വകാന സന ഇവിടെ സനേതാന്ന് പ്രകാശം ആയി മർക്കാഹു തങ്ങളെ ഏണി മർക്ക എന്ന് പറഞ്ഞാൽ കേറുന്ന സ്ഥലം എന്നൊക്കെ ഏണി റഖിയ ഇർക്കാന്ന പേര് അപ്പൊ അതിന്റെ ഇസ്മ മക്കാനാക്കിയാലെന്നുണ്ടാകും മർക്ക കേറുന്ന സ്ഥലം കയറ്റം പ്രകാശമായി ബാദ ജവാദിഹി മേത്തരം ഒരു ജവാദുണ്ട് ബുറാക്ക് ആ ബുറാക്കിന് ശേഷം അപ്പൊ ഇവിടെ എന്താ വന്നതെന്നറിയോ ബുറാക്കിന് ബൈത്തുൽ മുഖദ്ദസിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രകാശനിർമ്മിതമായ എണിയിൽ കൂടിയാണ് തങ്ങൾ കയറിയതെന്നാണ് ഒരു റിവായത്ത് അല്ല ബുറാക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ടോ എന്ന് മറ്റൊരു റിവായത്ത് അപ്പൊ ഇവിടെ ഏതായി ബുറാക്കിനെ ഒഴിവാക്കില്ല ബാധജവാദി അതെ ഇസ്രായേലിന് എന്താക്കി മേത്തരം ബുറാക്ക് ഉപയോഗിച്ചു മിഅ്റാജിന് പ്രകാശത്തിന്റെ ഏണി ഉപയോഗിച്ചു എന്നാണ് മുപ്പത് റിവായത്ത് സഹിയായി അവിടത്തേക്ക് ബുറാക്കില്ല അപ്പം പ്രകാശനിർമ്മിതമായ ഒരു ബുറാക്ക് ഉണ്ടാവാം മറ്റേത് മഹസൂസായ ഇത് ബുറാക്കാന്നല്ലോ എന്നിട്ടോ ഇല അൻ ഗദാ എത്ര വരെ എത്തി മീൻ ഖുർബിഹി ലി ജവാദിഹി ജവാദ് എന്ന് പറഞ്ഞാൽ ജോദ് ചെയ്യുന്ന അല്ലാഹു ഈ ജവാദ് ഏതാ യാ ജവാദും പറയില്ലേ ജോദ് ചെയ്യുന്ന അല്ലാഹു ആ അല്ലാഹുവിലേക്കുള്ള ഖുർബിലേക്ക് എത്തിച്ചേരുന്നത് വരെ അപ്പൊ ഗദാ എന്നുള്ളത് എന്തില്ല അതിന് ഖബറുണ്ടാവില്ല കാനവാഹവാത്തുവിന്റെ അമലാന്ന് എന്തിനുണ്ടായാലേ ഗദ എന്ന് വെച്ചാലോ ഇസ്മിന് നസ്ബും ഖബർ അല്ല ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബും ചെയ്യല് അപ്പൊ ഗദ എന്നുള്ളത് താമു വലിയാക്കുക മൻ ഗദാഉ റാഹ അപ്പൊ ഇദാ അൻ ഗദാ മിൻ ഖുർബിഹി ഖുർബിലേക്ക് എന്താക്കി എത്തിച്ചേർന്നു ആരിലേക്കുള്ള ഖുർബിന് ജവാദിഹി ജവാദായ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ആ ഖുർബ് അറിയാല
യറാ നൂറ റബ്ബിൽ അർശി, റബ്ബുൽ അർശിന്റെ നൂറ് തങ്ങൾ കാണുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ബി ഫുആദിഹി, ഫുആദ് കൊണ്ടല്ല എന്ന് പറഞ്ഞു. ഫുആദ് ഏതാ? മനസ്സ്. അപ്പം മനസ്സുകൊണ്ടല്ല. അപ്പം പിന്നെന്താക്കും? ആ ലാ ബി ഫുആദിഹി എന്താണ് കണക്ഷന്? അവിടെ എന്താക്കണം? തങ്ങളെ കണ്ണുകൊണ്ട് തന്നെ കാണുന്നു എന്നർത്ഥം വെക്കണം. എന്നിട്ട് അതിൽ നിന്നാണ് ലാ ബി ഫുആദി, ഫുആദ് കൊണ്ടല്ല എന്ന് അർത്ഥം ചോദിക്കുള്ളൂ. തിരിഞ്ഞിണ്ടാ? മഹസൂസായി തന്നെ കണ്ടു, അതാണ് മുഅ്തമദ്. ലാകിൻ യറാഹുൽ മുസ്തഫ ഖൈറുൽ ബശർ വലദൽ അയിമ്മത്തി ഖദ് അതാ ഫീഹി നദർ. ചില അയിമ്മത്തിൻ്റെ അടുക്കൽ അതിൽ ഒരു നദർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ നിഷേധിച്ചതല്ല. ഒരു ഹദീസിൽ തങ്ങൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാനെ കാണാൻ കഴിയൂടാന്ന് ചോദിച്ചു. എന്തെന്ന്? എല്ലാവർക്കും കണ്ടുകൊണ്ട് കാണാവുന്ന വസ്തുവാണ് അള്ളാഹു എന്ന് തോന്നാതിരിക്കാൻ എന്താക്കി? അതിനെ കിനായത്താക്കി. തങ്ങളെ ഹുസൂസിയത്ത് അവിടെ പറയാതെ കണ്ടെന്താക്കി? കിനായത്താക്കി. ആ കിനായത്തിൻ്റെ ആമിൽ എന്നതാക്കി അത് നഫിയായി പിടിച്ചു, അതിൻ്റെ മഫ്ഹൂം. അപ്പം കാണാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും മുസ്ബത്ത് എന്താണ്? കണ്ടുവന്നത്. എന്തുകൊണ്ടാണ് അതിനകത്തിപ്പം മൊഹാലുള്ളത്? പരലോകത്ത് സാധാരണ മുഅ്മിനീങ്ങൾ നിക്കാഹ് കാണുമെങ്കിൽ അത് കുറേ നേരത്തെ എന്താക്കി അല്ലാഹ് ഹബീബിന് കൊടുത്തതിന് അർത്ഥം വന്നിട്ടുണ്ട്. അപ്പോ ബിഐനി റഹ്സിഹി നാദ സങ്കല്പിക്കുക. യറാ നൂറ റബ്ബിൽ അർശി ബിഐനി റഹ്സിഹി, കണ്ണെ കൊണ്ട് കണ്ട് എന്നല്ലാണ്ട് ലാ ബി ഫുആദി, ഫുആദ് കൊണ്ട് മാത്രമല്ല. അതാ അപ്പുറം പറയുന്നത് വലാകിന്നഹു, എങ്കിലും ബിൽ ഐനി അസ്ബത്തഹു റുയ ബിൽ ഐൻ, കണ്ണുകൊണ്ടുള്ള റുയനെ സുബൂത്താക്കിയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ بعيني عيان الله خيال مشبه رأى الله في المعراج يقظان لبه آيا منذري فيما رأى من محبه يدلك ما في النجم من قول ربه ألا فعلها فالله يلهمك الهدي صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية ബിഐനി ഇയാനിൻ, കണ്ണുകൊണ്ട് തന്നെ. ഇയാൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണലിനെ പറ്റി എന്താ പറയുക? ഇയാൻ, അതുകൊണ്ട് തന്നെ. മുഷബ്ബിഹിത, അള്ളാഹുവിനെ മറ്റു സൃഷ്ടികളോടെന്താക്കും? സാദൃശ്യപ്പെടുത്തുന്ന ചില തസ്ബീഹിനാണ്. മുജസ്സമിയാക്കള് മുഷബ്ബിഹീങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ട് അഖീദയിൽ പിഴച്ച കുറേ വിഭാഗമുണ്ട്. ആ മുഷബ്ബിഹിന്റെ ഖജാലല്ല ഇവിടെ. അവിടെ തൻസീഹിന് വേണ്ടി മൂപ്പർ പറഞ്ഞതാണ്. അതിന് വയ്യാൻ തന്നെ ഇതല്ല മുഷബ്ബിഹിന്റെ മുഷബ്ബിഹ് മനസ്സിലായില്ല. അള്ളാഹുവിൻ എന്താക്കും? ജിസ്മിനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് കയറലും ഇറങ്ങലും ഇരിക്കലും കിടക്കലും എന്നെല്ലാം പറഞ്ഞിട്ട് തസ്ബീഹാക്കുന്നു. അത് അഖീദയിൽ തെറ്റാണ്. അതുപോലെ തന്നെ അപ്പം മുജസ്സമിയാകുമ്പോൾ തസ്ബീഹി വരും. അപ്പം മുഷബ്ബിഹിന്റെ അതൊരു പഠിച്ച മാറ്റിയല്ലേ? അജ്സാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തശ്ബീഹാക്കി അവന്റെ ഖയാലല്ല ഇവിടെ പറയുന്നത്. അതാന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ സാധനം കാണുന്ന പോലെ കണ്ട് അങ്ങനെയല്ല. അത് ആ റോയ്യത്തിന്റെ അവസ്ഥ എന്താകാൻ പറഞ്ഞു കൊടുക്കാൻ തന്നെ കഴിയൂല. അതാ അള്ളാഹുവിനെ കണ്ട്. അപ്പം ബിഐനിനെ താലൂക്ക് എടുത്തേക്ക് റഅല്ലാഹ ഫിൽ മിഅ്റാജിന്റെ ദിവസത്തിൽ യഖ്ലാന ലുബ്ബിഹി, ലുബ്ബേതാന്ന് മനസ്സ്, മനസ്സ് യഖ്ലാനായിക്കൊണ്ട് തന്നെ, അതല്ല ഉറക്കത്തിലല്ല. അപ്പം യഖ്ലാനും തന്നെ പിന്നീട് അയിനുകൊണ്ടും തന്നെ യഖ്ലാന ലുബ്ബിഹി, തങ്ങളുടെ ലുബ് യഖ്ലാനായ അവസ്ഥയിൽ, അതിന്റെ ഹാലി.
എന്നിട്ടോ അതിൽ ഇഷ്കാല പറയുന്നാക്കാൻ മൂപ്പർ മറുപടി അയാ മുംതരി ഫീമാ റആ മിൻ മുഹിബ്ബിഹി, മുഹിബ്ബായ അള്ളാന്റെ പക്കൽ നിന്ന് കണ്ട കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവനെ എന്ന് വിളിച്ചു. ഇംതറ മുംതരി എന്നില്ലേ, വലാ തകൂനന്ന മിന ഫതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ, അതിനെ കൊണ്ട് വലാ തകൂനന്ന മിനൽ മുംതരീൻ. ഇംതിറാ സംശയം. അപ്പൊ ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നവനെ എന്ന് വിളിച്ചിട്ട് പറയുന്നത് യദുല്ലുക്ക, നിനക്ക് അറിയിച്ചു തരും മാ, അതായത് ഈ പറഞ്ഞ വാക്കിന്റെ മേലെ. യദുല്ലുക്ക എന്ന് പറയുമ്പോഴും മദ്ലൂലുൻ അലൈഹി വേണമല്ലോ. എന്താണ് മാ ഫിൻ നജ്മി, സൂറത്തുൻ നജ്മ് നോക്കിയാൽ കാണാം. സൂറത്തുൻ നജ്മി ഇദാ ഹവാ എന്ന് നോക്കിയാൽ അതിന്റെ വിഷയത്തിലുണ്ടാവും. മിൻ ഖൗലി റബ്ബിഹി, റബ്ബി സുബ്ഹാനഹു വ തആലാന്റെ ഖൗലിനാലി. അത് ആ മാന്റെ ബജാനായത് മിൻ ഖൗലി റബ്ബി അലാ ഫത്ലുഹാ, നീ നോറി നോക്കുന്ന പറഞ്ഞു. എന്നാൽ ഫല്ലാഹു യുൽഹിമുക്കൽ ഹദിയ, ശരിയായ ഹദി ഉണ്ടല്ലോ, ശരിയായ പാത, അതെന്താക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇൽഹാമാക്കി തരും, മനസ്സിലാക്കി തരും. സൂറത്തുൻ നജ്മ് നോറി നോക്കണമെന്നാണ്. മാ സാഗൽ ബസറു വമാ തഗാ, കണ്ടില്ലേ? അതാണ് അതന്നെ. ഇനി അതുപോലെ തന്നെ വമാ ഫിൽ ളുഹ, അത് പഠിക്കില്ല. വമാ ഫിൽ ളുഹ വശർഹി വൽ ഫത്ഹി അബ്ദിഹി വകൗതരിഹി തൽഖൽ മദിഹ ബിസുബ്ദിഹി തയഖൻ ഖലീലി ബിൽ ഫുആദി ബിഅംദിഹി يقينا بأن الله أسرى بعبده إليه وحياه فنعم الذي حيا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. സൂറത്തുൻ നജ്മ് പറഞ്ഞു. ഇനി ഏതാ? വമാ ഫിൽ ളുഹ, വല്ലുഹ സൂറത്തുണ്ടല്ലോ, അതിലുള്ളതും നീ നോക്ക്. വശർഹി എന്ന് പറഞ്ഞാൽ അലം നശ്റഹ് സൂറത്താ ഉദ്ദേശിക്കുന്നു, അതും. വൽ ഫത്ഹി, സൂറത്തുൽ ഫത്ഹ് എന്ന് വെച്ചാൽ തങ്ങളുടെ മദ്ഹ് കുറേ ഭാഗം അതിലെടുത്ത് കൊടുക്കും. മൊത്തത്തിലുണ്ടെങ്കിലും വല്ലുഹ വല്ലൈലിയും അലം നശ്റഹും തങ്ങളുടെ മദ്ഹല്ലാത്ത വേറൊന്നുമില്ല, വേറൊരു അഹ്കാമുമില്ല. സൂറത്തുൽ ഫത്ഹിൽ ഉണ്ടെന്നല്ലോ, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് എന്ന് തുടങ്ങിയ കുറേ ആയത്തുണ്ട്. അപ്പോൾ അന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലുഹ സൂറത്തും അലം നശ്റഹും ഇന്ന ആയത്തേനെയാക്കി നിങ്ങളെ ശൈലിയിൽ വ്യാഖ്യാനിച്ചിട്ട് എനിക്ക് അയച്ചു. അതായത് നമ്മളെ വിപരീതങ്ങൾ ഇതുവരെ പാലിച്ചിട്ടില്ല. നമ്മളിപ്പോൾ പിള്ള ജിസിൽ 2 കൊല്ലമറ്റായി പറഞ്ഞിട്ട്. അതെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേൾക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ വമാ ഫിൽ ളുഹ, സൂറത്ത് വല്ലുഹ വല്ലൈലി എന്ന സൂറത്തിലുള്ളതും വശർഹി അലം നശ്റഹ് സൂറത്തിലുള്ളതും സൂറത്തുൽ ഫത്ഹിലുള്ളതും അബ്ദിഹി, അതെ നീ വെളിപ്പെടുത്തുന്ന. അപ്പൊ മാമ മുത്തതയാക്കിയിട്ട് അബ്ദിഹി, അബ്ദായുബുദി വെളിപ്പെടുത്തി അതിന് അമ്രം വരും അബ്ദി. അപ്പൊ ഹിയൻ അത് ശരിയല്ലേ? മാത്രമല്ല കൗസരിഹി, സൂറത്തുൽ കൗസറിലുള്ളതും താൽക്കൽ മദീഹ, എന്നാൽ അതിന്റെ ജവാബാണ് ഇത് വെളിപ്പെടുത്തിയാൽ താൽക്കൽ മദീഹ, മദീഹിനെ നീ കാണും ബിസുബ്ദിന്റെ കാതലായിട്ട് കാണാം. അപ്പൊ ഒരു ഇഷാറത്തോ ഒരു മഫ്ഹൂം എന്തെല്ലാം അങ്ങനത്തെ ഒന്നല്ല, വ്യക്തമായിട്ട്. എന്നിട്ടോ തയക്കൻ ഖലീലി, എൻ്റെ സുഹൃത്തെ നീ ഉറപ്പിക്ക്, ബിൽ ഫുഹാദി മനസ്സുകൊണ്ട് ഉറപ്പിക്ക്, ബി അംദിഹി അതിനെ ലക്ഷ്യം വെക്കൽ കൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക എന്നാണ്. അപ്പം ഈ തയക്കൻ എന്താണ്? ഒന്നിക്കിൽ അമ്രുഫീലാണ് തയക്കൻ. അപ്പോൾ തഅല്ലം തഫഅൽ, അല്ലെങ്കിലോ തതയക്കനു എന്നുണ്ടാവും. അപ്പം മുളാരിയായ ഫീലിൽ ഒരു താ കളഞ്ഞു,
അപ്പം നൂന് സുഖം വന്നതോ അമ്രിൻ്റെ ജവാബ്. മനസ്സിലായില്ല? അബുദിഹി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്ത് കൗസറിന്റെ മദീനെ കണ്ടുമുട്ടും എന്ന് ഒരു ജവാബ് പറഞ്ഞില്ലേ? മത്താത്തക്കൻ നിനക്ക് ഉറപ്പ് വരും, യക്കീനാകും, മനസ്സുകൊണ്ടത് യക്കീനാകും, അത് ലക്ഷ്യം വെക്കൽ കൊണ്ട്. ആ 3 സൂറത്തുകൾ അത് വന്നജമീൻ കുട്ടിക്ക് 4 സൂറത്തായി. ഇത് 5 ഉണ്ടാവും, 4 ഇപ്പൊ നജ്മ്, ളുഹ, ശറഹ്, ഫതഹ്, 5. അപ്പൊ അതാ പറയുന്നത് അംറു ഫിഅലിൻ മിൻ തതയക്കൻ. അപ്പൊ എന്താകും? ജസ്മൻ. ഔ ബിഹദ്ഫി ഇഹ്ദ താഅൈനി, 2 താണ്ട് തതയക്കൻ മജ്സൂമും ബിജവാബിൽ അംരി, അംറിന്റെ ജവാബ് കൊണ്ട് ജസ്മാണ്. അപ്പൊ തതയക്കനു എന്നല്ല, തതയക്കൻ. അതെ, അവിടെ അംറുള്ളൂ. അപ്പൊ 2 ജവാബുണ്ട്. ഒന്ന്, അത് നോക്കിയാൽ മദീഹ് കാതലായിട്ട് അതിന്റെ സുബത് തന്നെ കാണാൻ സാധിക്കും. അപ്പൊ തൽക്കയും ജവാബാണ്. അപ്പൊ എഴുത്തിലെന്ത് വേണ്ട? ശരിക്കും ഞാൻ വേണ്ട, ഞാൻ നമ്മൾ നിർത്തി കളഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഉറപ്പിക്കും, യക്കീൻ കിട്ടും. യക്കീനൻ കണ്ട, എന്താ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്? യക്കീനൻ ബി അന്നല്ലാഹ അസ്റാ ബി അബ്ദിഹി ഇലൈഹി, അബ്ദിനെ കൂട്ടിയിട്ട് അബ്ദാന സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലൊപ്പിച്ചതാ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞ ഇസ്രാ ചെയ്ത്, അത് വളരെ ഉറപ്പാണ്. അപ്പൊ യഖീനൻ എന്നുള്ള എന്തായി? തഅക്കീദായി. എന്നിട്ടോ വഹയ്യാഹു, തഹയ്യത്ത് നൽകിയെന്നാണ്. ഹയ്യാത്താക്കിന്നല്ലേ, ഹയ്യാ യുഹയ്യി തഹയ്യത്തൻ. അപ്പൊ തഹയ്യത്തൻ എന്നുണ്ടാവും. ഏത് മസ്ദറെടുത്താൽ തഹയ്യത്തൻ. അപ്പൊ ഒന്നാമത്തെ ഞാൻ്റെ കസറെടുത്തിട്ട് അരിക്ക് കൊടുത്ത് ഹാക്ക് കൊടുത്തു, അതിന്റെ സുക്കൂനെടുത്ത് ഇപ്പുറം കൊടുത്തു, ഒരു കൈമാറ്റം. അപ്പൊ എന്തായി? തഹയ്യ. എന്നിട്ട് ഒന്നാമത്തെ ആയനെ രണ്ടാമത്തെ ഞാൻ ഇദ്ഗാമ തഹയ്യത്തുൻ എന്നായി അതിന്റെ സറഫ്. നമുക്ക് കുറേശ്ശെ ഒരു വിഷയം മനസ്സിലാക്കിയാൽ ഇത് സറഫാവുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പൊ ഹയ്യാഹൂന്റെ ദമീരടുത്തേക്ക് അള്ളാഹുവിലേക്കാണ് ഇവിടെ മടക്കിയത്, അള്ളാഹുവിലേക്ക്. അങ്ങനെയാണ് കാവ്യാറാക്കിയത്. ഹയ്യാഹു എന്ന് പറഞ്ഞാൽ ആ ബിസാത്തിന് തഹിയ്യത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ തഹിയ്യത്ത്? ഹയ്യാഹുവിന്റെ 2ാം മഫ്ഊൽ വേണ്ടേ? അത്തഹയ്യാത്തുലില്ല. അപ്പൊ തഹിയ്യാത്തു എന്നുണ്ടാവില്ല, ജംലയാണ് അതിന്റെ മഫ്ഊലായിട്ട്. ഹയ്യാഹു ബില്ലാഹി അത്തഹയ്യാത്തുൽ ഫുളൽ. അപ്പൊ തഹയ്യാത്തുൽ ഫുളൽ അത്തഹയ്യാത്തു എന്താക്കി? തഹയ്യത്ത് കൊടുത്തു. അപ്പൊ അള്ളാഹുവിന് തഹയ്യത്ത് കൊടുത്താല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അപ്പൊ തങ്ങൾക്ക് തഹയ്യത്ത് ഇങ്ങോട്ട് വന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതും തഹയ്യത്താണല്ലോ, സലാം. പക്ഷെ അള്ളാഹ്ക്ക് സലാം പറയലില്ല. അള്ളാഹ്ക്ക് പറയേണ്ട തഹയ്യത്ത് ഇങ്ങനെ, പടപ്പുകളോട് പറയേണ്ട തഹയ്യത്തോ അതിന് സലാം വെച്ചു, അതിന് മാറ്റിയില്ല. പക്ഷെ ഓരോരുത്തർ അനുയോജ്യമായിട്ടാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. സാധാരണക്കാരോട് പറയുമ്പോൾ അസ്സലാമു അലൈക, അല്ലെ വലിയാണ് അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അപ്പോ ഫനിഅമല്ലദീ, ഫനിഅമ വളരെ നന്നായിട്ടുണ്ട്, ഏറ്റവും മെച്ചപ്പെട്ടതാണ്. ഏത്? അല്ലദീ ഹയ്യാ. ഈ അല്ലദീ ആരാണ്? അല്ലാഹു തആല. അപ്പൊ തങ്ങൾക്ക് ഇങ്ങോട്ട് തഹയ്യത്ത് കൊടുത്ത അള്ളാഹു വളരെ മെച്ചപ്പെട്ടവനാണ്. അള്ളാഹു അപ്പൊ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹിനെ മദഹ് ചെയ്തു. അപ്പൊ ചുരുക്കത്തിൽ എന്തായി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു തഹയ്യത്തും കിട്ടി. ആർക്കും വളരെ നന്നായിട്ടുണ്ട് എന്ന് മൂപ്പർ പറഞ്ഞു. അത് ശരിയില്ലേ? ഇനി മിഅ്റാജിന്റെ രാത്രി തങ്ങളോട് പറഞ്ഞതായ ഒരു മാറ്റായിട്ടാണ് മൂപ്പർ അതിനെ അവതരിപ്പിക്കുന്നത്. ومحبوبنا حقا
كنت نزيلنا فتلك لك العليا فخرا وذيلنا അല്ലാ നടന്നിട്ടുണ്ട്. فتلك لك العليا فخرا وذيلنا يناديه أهلا بالحبيب الذي لنا فأنت لدينا زينة الدين والدنيا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അപ്പൊ ഫനിഅമല്ലദീ ഹയ്യാ എന്ന് പറഞ്ഞ തഹയ്യത്തിന് ശേഷം പറഞ്ഞ വാക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. യഖൂലു ലഹു തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, അൻതൽ മുഖദ്ദിസു ദൈലനാ. ദൈലെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അയച്ച മുർസലീങ്ങളെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ മറ്റു മുർസലീങ്ങൾക്കെല്ലാം തങ്ങൾ ഒരു രാജാവായിക്കുന്നത്. അത് അലിയന്ന ഖാത്തിമുൻ നബി. അതോടാണ് ദൈല് എന്ന് വന്നത്. ദൈല് എന്ന് പറഞ്ഞാൽ സാധാരണ തുണിൻ്റെ അറ്റത്തിനല്ല ദൈലെന്ന് പറയില്ലേ. അപ്പം നമ്മളയച്ച ദൈലിൻ മുഖദ്ദിസ്, അതിനെ തക്തീസാക്കുന്നവർ മാത്രമല്ല മഹബൂബുന ഹക്കൻ, ഹക്കായിട്ട് നമ്മളെ മഹബൂബുമാണ് എന്ന് മുഖദ്ദിസുവിൻ്റെ ബാക്കി. വഖുന്ത തങ്ങളായിട്ടുണ്ട്, നസീലന ഇവിടെ ലൈഫായിട്ടുണ്ട് അതിഥി. ഇന്നീ നസീലുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നസീൽ എന്ന് പറഞ്ഞാൽ വിരുന്നുകാരനായിട്ട് ഇറങ്ങിയേക്കുന്നത് നസീലി. അതെ. അപ്പൊ അതെന്താണ്? തിൽക്കാൻ ഇഷാറത്തേക്കതാ തഖ്ദീസു. തഖ്ദീസ് എന്താക്കുന്നറിയോ? ഖസ്ലത്തു തഖർറുബ്. കണ്ടാ, തഖർറുബിന്റെ ഒരു ഖസ്ലത്ത് എന്നുള്ള നിലക്കാണ് എന്താക്കുന്നത്? തിൽക്കാൻ ആ ഇഷാറത്ത് കൊടുക്കുന്നു. അത് തങ്ങൾക്ക് ഉന്നതിയാണ്. ഫഖ്റൻ വദീ എന്ന് പറഞ്ഞത് കൗനുക മഹബൂബന വനസീലന. തങ്ങള് മഹബൂബായി നമ്മളെ വിരുന്നുകാരനുമായി അതും അത് നമ്മൾക്കുള്ളതാണ്. എന്നുവെച്ചാൽ വിരുന്നുകാർ ആദരിക്കൽ എന്നുള്ളത് ഇപ്പോൾ രണ്ട്, പോകുന്ന ആൾക്ക് തയ്യത്ത് കൊടുക്കുക എന്നുള്ള അതുകൊണ്ട്. അതാ ഇപ്പം സൂചിപ്പിച്ചത്. യുനാദീഹി തങ്ങളെ വിളിക്കുകയാണ്. അഹിലം ബിൽ ഹബീബിൽ ലദീന, നമ്മൾക്കുള്ള ഹബീബിനെ കൊണ്ട് സ്വാഗതം എന്ന് വിളിച്ചു പറയുന്നു. അഹിലൻ അഹിലൻ. അതുപോലൊക്കെ ഞാൻ പറയില്ല, അഹലൻ അഹലൻ. അപ്പൊ ഫഅൻത ലദൈന തങ്ങൾ നമ്മളെടുക്കൽ ദീനത്തുദ്ദീനി വദ്ദുന്യ, ദീനിന്റെയും ദുന്യാവിന്റെയും ദീനത്താണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി لسانك يجري منه للخلق وعظنا وأنت لنا بين الخلائق حظنا ولفظك بالقرآن والذكر لفظنا يوافيك منا أينما كنت حفظنا وأعيننا ترعاك في خلقنا رعيا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ഇതും അള്ളാഹുവിൻ്റെ വക്കലിന് ഖിതാബായിട്ടാണ് ഉപ്പറ പറയുന്നത്. ലിസാനുക തങ്ങളുടെ നാവ്, യജിരി മിന്നു ആ നാവിൽ നിന്ന് ഒഴുകി വരികയാണ് വാളുന നമ്മുടെ വാള്. അപ്പം വാഴേതാ? യജിരിൻ്റെ ഫായില് നമ്മുടെ വാള്. ആരോടുള്ള വാള്? ലിൽ ഖൽഖി പടപ്പുകളോട്. അപ്പൊ അല്ലാഹു തആല നമ്മളെ വിളിച്ചിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുമ്പോൾ ശേഷം പറയുന്നതല്ലോ തങ്ങളെ നാവിൽ കൂടി ഞാൻ കേൾക്കുന്നത്. പക്ഷെ തങ്ങളും ഖൽഖ് തന്നെ, അല്ലായിട്ടില്ല, മുത്തഹിദായിട്ടുമില്ല. പക്ഷേ ആ അങ്ങേയറ്റത്തെ കുറുബും മഹബത്തും എന്താക്കും? തങ്ങളുടെ ഖലീഫയായിക്കൊണ്ടിട്ട് വിളിക്കും.
അപ്പം പടപ്പുകളോടുള്ള നമ്മുടെ വാല് തങ്ങളെ നാവിൽ കൂടിയാണ് ഒഴുകുന്നത് അല്ലേ? വാന്തലന തങ്ങൾ നമ്മൾക്ക് ഹല്ലുന ബൈനൽ ഖലായിസ് പ്രത്യേകക്കാരായ ഖലായിസ് എന്ന് പറഞ്ഞ അംബിയാ വൽ മുർസലും ഖാസായ എല്ലാവരും നമ്മൾ പ്രത്യേകം ലക്ഷ്യം വെക്കുന്നത് തങ്ങളാണ്. മറ്റുള്ള അമ്പിയാക്കൾ തങ്ങളെ ഖുലഫാക്കൾ. അപ്പൊ അക്കാലത്തുന്നുണ്ട് നിസാലത്തിൻ്റെയും മുബത്തിൻ്റെയും ഖുലഫാക്കൾ ഉണ്ടാകും. വിലായത്തുൽ കുബ്രാന്റെ ഖുലഫാക്കൾ തങ്ങൾക്ക് ശേഷമുണ്ട്. അസ്ഹാബിമാര് തുടങ്ങി അയിമ്മത്ത് മുജ്തഹിദീങ്ങള്, സൂഫിയാക്കളായ അഖ്താബീങ്ങൾ, ഇതൊക്കെയാണ് വിലായത്തുൽ കുബ്ര. അതുകൊണ്ടാണ് എന്താക്കിയ ആ നിലക്ക് നോക്കിയാൽ തങ്ങളെ ഉമ്മത്തിൽ നിന്നുണ്ടാകുന്ന അൽ ഉലമാ മുമ്പുള്ള അമ്പിയാക്കളെ പോലെയില്ലേ? തങ്ങളുടെ ഖലീഫമാറാവുക എന്നുള്ള നിലക്ക് അവിടെ ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഉ ഇന്നിത്തിബാഇ, മൂസാ നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ഇത്തിബായി ചെയ്യേണ്ടെന്ന്. അപ്പൊ ആരുണ്ടാവും? റിസാലത്തിന്റെ ഒരാള് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നേരെ മുമ്പിലുണ്ടാവും. ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും, ആ ദിക്ർ ഖുർആൻ തന്നെ ആക്കണമെങ്കിൽ അത് തഫ്സീർ എന്ന് പറയും. ഖുർആൻ ഉണ്ടല്ല ദിക്ർ എന്ന് പേര്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനൊക്കെ വെക്കും. അപ്പൊ ഖുർആനിന്റെ ലഫ്ള് തന്നെ നമ്മുടെ ലഫ്ളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ഖുർആനിലില്ലേ യദുല്ലാഹി ഫൗക അയ്ദീഹിം, അള്ളാഹുവിന്റെ കൈ എന്റെ മുകളിലാന്ന് കയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ കൈക്ക് അള്ളാഹ്ക്ക് കൈയുണ്ടായിട്ട് എല്ലും തോലും 4 വിരലും 5 വിരലെല്ലാം ഉണ്ടെന്ന് അർത്ഥം. അതുപോലെ വമാ റമൈത ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞപ്പോൾ വലാകിന്നല്ലാഹ റമാ മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. തആഅത്തുർ റസൂൽ എന്തായി? തആഅത്തുല്ലാഹി ആയി മാറി. തങ്ങളോടുള്ള താഴത്ത് എന്തായിരിക്കും? അള്ളാന്റെ താഴത്ത് തന്നെയാണ്. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അതിനർത്ഥം അള്ളാഹും റസൂലും മുത്തഹിദായി എന്നർത്ഥമില്ല. ഖാലിഖും മഖ്ലൂഖും മുത്തഹിദായില്ല. പക്ഷെ ചില അഹ്കാം ഉണ്ടാവും. അഹ്കാമിലും ഇതുകൊണ്ട് സാധനം മുത്തഹിദാണോന്നില്ല. അത് ഹാദാ നദീറു ഖൗലിഹി തആല യദുല്ലാഹി ഫൗക അയ്ദീഹിം. അതുപോലെ ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്, തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നവര് അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യുന്നവർ തന്നെയാണ്. ഇന്നും വിട്ടിട്ട് ഹസറാക്കിയിട്ടുണ്ട്. അപ്പം അള്ളാഹുവിനോടുള്ള ബൈഅത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അതിന് അപ്പൊ അങ്ങനെയുള്ള മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. അപ്പൊ തങ്ങൾ പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറഞ്ഞ സ്ഥാനത്തായി. അന്നേ റസൂലും തമ്മിൽ എതിരാവൂല. ഒരു മുത്തക്കബ്ബിറും ജബ്ബാനോ തോന്നി പോലും. അതാണ് ഇപ്പുള്ളത്. ഞാൻ മംഗല വെച്ച് ഇൻസ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡിമെയ്ഡ് കടയുണ്ട്. അവിടെ ഒരാൾ പറഞ്ഞ് വണ്ടി ഇപ്പോൾ എടുക്കുന്നോട്ട് എൻ്റെ നമ്മളെ ഷാപ്പൊന്നുമില്ല. അപ്പം എൻ്റെ കൈമേൽ ദലാൽ ഖൈറാത്തിൻ്റെ കിതാബ് ഒരു മുത്തക്കബ്ബിറും ജബ്ബാനോടെ കയറി വന്നു. മുസ്ലിം എവിടെയാ? ഞാൻ തണുപ്പിടുന്നില്ല. ഇവിടെ എന്താ അവിടെ വന്നത്? അവന് സ്ഥലത്ത് പോകാൻ വണ്ടി വരാൻ. നിങ്ങളുടെ കയ്യിലെന്താ? ദലാൽ ഖൈറാത്ത്. നോക്കട്ടെ, ഇത് ഖുർആനാണോ? അപ്പൊ ഇവന്റെ വിവരം തിരിഞ്ഞില്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ ചങ്ങായി ദലാൽ ഖൈറാത്ത് മുത്തറജം ഉറുദു നടക്കണ്ട. ഇതെങ്ങനെ ഖുർആനാന്ന് മുസ്ലിങ്ങളുടെ കാര്യം വയ്ക്കട്ടെ. അന്നേ റസൂലും പറഞ്ഞ പരസ്പര വൈരുദ്ധ്യം വന്നാൽ എന്തിനാ എടുക്കേണ്ടത്? നമ്മൾ അങ്ങനെ വൈരുദ്ധ്യം വരൂലല്ലോ. ഇതന്നെ പറഞ്ഞു ലഫ്ളൂക്കബിൽ ഖുർആനി വദ്ദിക്രി ലഫ്ളൂന. ഉണ്ട്, വൈരുദ്ധ്യം ഉണ്ട്. എവിടെ? ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചാളെ ഞാൻ കേൾപ്പിക്കൂല എന്ന് പറഞ്ഞു. തൽക്കീൻ ഓതാൻ ഹദീസിലല്ലേ പറഞ്ഞു? അവൻ കേൾക്കുന്നില്ല. അവന്റെ ഇഷ്കല മനസ്സിലായില്ല. അമ്മ പറയുന്ന എന്തെന്ന് കേൾക്കൂല. നബിയുടെ തൽക്കീൻ ഓടുന്നു. അപ്പൊ കേൾക്കും. എല്ലാം പിന്നെ തൽക്കീൻ കേൾക്കാത്തവനോട് തൽക്കീൻ ഓടണം. അപ്പൊ ഇത്തരത്തിലുള്ള ഫീഖുലൂബിഹിം മറന്ന് തട്ടിക്കൂട്ടിന്റെ എല്ലാം ഉരുത്തിരിഞ്ഞ സാധനമാണ് ഇത്. ഇപ്പത്തെ ഈ പുത്തനാശയം എന്ന് പറഞ്ഞ സാധനം താക്കീക്കില്ലാത്ത ആളാ എന്നാ ഇതിനെ കൊണ്ട് വലിപ്പിക്കുന്നു.
കാരണം അവർക്ക് തഹജീക്കില്ല. ഇത് വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി കഴിയാത്തോണ്ട് എന്താക്കുക, ഇടക്കൊണ്ട പിഴയിലോ ഛർദ്ദിക്കും. ഈ ദഹനക്കേട് വന്നിട്ട് ഇപ്പൊ അപര്യാപ്തമായ പഠിപ്പിക്കലും പഠിക്കലും കൊണ്ട് എന്തായി ഇവിടെ കുലുമാലായത്. അപ്പൊ തൽക്കീനോദനം സുബൂത്തായി കഴിഞ്ഞാൽ അള്ളാഹു താലാന്റെ കൽപ്പന പ്രകാരം തന്നെയാണ്. അപ്പൊ കേൾക്കുമെന്നുള്ളതാണ് അതിന്റെ അതുകൊണ്ടല്ലേ ജവാബ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നൊക്കെ ആ തുസ്മിഉൽ മൗതാന്റെ മാന നീ ഉദ്ദേശിച്ചതല്ല. എന്താണ് തൽഫീത്ത് ഇവരുണ്ട്. ഇവരുടെ കൽബ് ഈ സദറാകുന്ന കബറിൽ മറവാടിയിട്ടുണ്ട്, വെച്ച് കിടക്കുന്ന കൽബ്. അതാണ് മൗത്ത. അത് തങ്ങൾ വയന്നു പറഞ്ഞാൽ ഇവര് കേൾക്കൂല. ഏത് അതെ അല്ല, ജീവൻ രണ്ട് ജാതിയുണ്ട്. കൽബിന്റെ ജീവൻ വേറെയാണ്, ശരീരത്തിന്റെ ജീവൻ വേറെയാണ്. ശരീരത്തിന്റെ ജീവൻ പശുക്കൾക്കില്ലേ, പക്ഷെ അതിന് കൽബനില്ലല്ലോ. മനുഷ്യന്മാർക്കെല്ലാം രണ്ടില്ലെന്ന് വിചാരിച്ചു. ഒന്ന് ഹിസ്സി ഉണ്ടെന്ന് മാനവി ഉണ്ട്. ഹിസ്സിയും മാനയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മജ്മു ആണ് ഇത് മനുഷ്യൻ എന്നുള്ളത്. ജഅലക ഫിൽ ആലമിൽ മുതവസ്സിതി ബൈന മുൽകിഹി വ മലകൂതിഹി. മുൽക്ക് ഏതാന്ന് ഹിസ്സിയാണ്, മലക്കൂത്ത് മാനവിയുമാണ്. ഇങ്ങനെ കുറെ ഹക്കായ്ക്ക് മുമ്പേ പറഞ്ഞു പോയി. ഇനി ആദ്യം പോയി പറഞ്ഞ് തീറ്റിക്കാൻ നമുക്ക് കഴിയൂല. ഹക്കായ്ക്ക് പറയാനുള്ളതല്ല, അത് കൽബിലിങ്ങനെ വരേണ്ടതാണ്. ഇനി പൊട്ട് നമ്മുടെ വക്കൽ നിന്ന് തങ്ങളിലേക്ക് വന്നെടുക്കും. നമ്മുടെ കാബലെ വല്ലാഹു യഅസിമുക മിനന്നാസ് എന്നല്ല പറഞ്ഞു. തങ്ങളെ അല്ലാഹു തആല കാത്തോളൂ എന്നാണ്. അതിന്റെ അർത്ഥം ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയൂല എന്നല്ല. അങ്ങനെയാണ് തല്ലെടുത്തിട്ടില്ലേ. അപ്പം കൊല്ലലി തങ്ങളെ കൊന്നിട്ട് ആശയം നശിപ്പിച്ചൊക്കെ ഇനി പണിയെടുക്കൂലെന്ന് അങ്ങനെ ഒന്നും ജനങ്ങളെ പക്കുന്ന കിട്ടൂല. അപ്പൊ ചില്ലറ ആക്ഷേപങ്ങളോ അതെല്ലാം അതിനെ തൊട്ട് ഇസ്മ തീറ്റിട്ടില്ല. മിന്ന നമ്മുടെ വക്കൽ നിന്ന് അയിനമാക്കുന്ന തങ്ങൾ എവിടെയാവട്ടെ അവിടെ എല്ലാം നമ്മളെ ഹിഫ്ള് വരും. അത് ഔലിയാക്കളെയും കാക്കും. തഫ്സീർ റാസിയിലുണ്ടല്ലോ ഇത് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വലിയ കറാമത്ത് എണ്ണീറ്റ് പറഞ്ഞ് ഈ ലോകൊട്ടാകെ അറിയപ്പെട്ട് ലട്ടം എല്ലാം എന്താ പറയുക ഇവരെല്ലാം പേടിപ്പിച്ചാണല്ലോ ഉമർ ബിൻ ഖത്താബ്. ഇത്ര വലിയ ഒരു രാജാവ് ആരാ മദീനത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കി, 2 നസ്രാണികൾ വന്നു കാണാൻ. ഇവിടുത്തെ രാജാവാണ് ഇന്ദ്രരാജാവ്. മൂപ്പർ ഒരു തോർത്തും കൊണ്ടോ ഉണ്ടാവും, കൈമല് ആരുകൊണ്ടാവും, ഞാൻ കെട്ടിയുടെ മതി. ഇതാ രാജാവ്. കുറെ കൊട്ടാരടയില്ല, കൊട്ടാരൊന്നുമില്ല, കാണുന്ന ചാപ്പയാന്ന് തോന്നുന്നു. പോയി നോക്കുമ്പോൾ കാണില്ല. നോക്കുമ്പോൾ ഒരു മേലാതിയിലുണ്ട്, ഒരു തലീകെട്ടും ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഉറക്കാം. ഇയാളെടുത്ത നാടാട്ടാകെ വറവറപ്പിച്ച ഉമറെന്ന് പറഞ്ഞാണ്. ആ എന്നാ പിന്നെ കിട്ടിയ ചാൻസ് അല്ല, കേത്തർത്തക്കാന്ന് ഇയാൾ തീരുമാനിച്ചത്. വിചാരിക്കേണ്ട താമസം 2 സിംഹങ്ങളെ ഓടിച്ചാടി വന്നിട്ട് പിടിക്കാൻ നിൽക്കും. ആ ഓട്ടം പോയത് ഒരു നാട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ അള്ളാന്റെ പ്രത്യേക ഒരു ഹിഫ്ളാന്നത്. നമ്മുടെ കണ്ണ് തർആക തങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ അതിന് മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അറിയാം. മഫ്ഊൽ കുറേ ജാതിയുണ്ട്. ആ പറഞ്ഞ ഫെയിലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫെയിലിന് അർത്ഥം വരുന്ന ഒന്നിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടാവും. ഞാനൊരു ഓട്ടം ഓടിന ഫെയില് അതിൽ നിന്ന് പിടിച്ചെടുത്ത ഓട്ടം അത് മഫ്ഊലാക്കി ഒരടിയടിച്ച് അതാണ് ഇത് മഫ്ഊൽ മുത്ലഖ്. അപ്പൊ തർആക റഅയൻ ഫീ ഖൽഖിന നമ്മളെ പടപ്പിലായിക്കൊണ്ട് അല്ലാഹുവിന്റെ കണ്ണെപ്പെടുന്നൊക്കെ ഫൈനക ബി അയ്യുനിന നമ്മളെ മേൽനോട്ടത്തിന്. മേൽനോട്ടം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് അതിന്റെ അർത്ഥം. അതെ, സൂപ്പർവിഷൻ. ഇനി അപ്പൊ എന്താക്കി, വഹയിന്റെ നേരത്ത് പറഞ്ഞിട്ട് തങ്ങളെ അല്ലാഹു തആല ഇക്റാമ് ചെയ്ത വാചകങ്ങളാ പറഞ്ഞത്.
ഇനി പറയാം പാടും. حقيق بنا قومي دواما لنقرأ مديح شفيع نرتجيه ليدرأ عذاب لظى عنا وقد كان بدرأ يكون يميني بالإله لقد رأى من الله لقيا ليس يعدلها لقيا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഹഖീഖും ബിനാ, നമ്മളോട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ കടമപ്പെട്ട കാര്യമാണ്. ആരോട്? ഖൗമി, എൻ്റെ ഖൗമേ, ദവാമൻ, എപ്പോഴും കടമപ്പെട്ട കാര്യമാണ്. ലിനഖ്റ, നമ്മൾ ഓതലി. ലിനഖ്റ, അപ്പൊ അലിഫുണ്ടാവില്ല, അന്നേരം തസ്നിയാവൂല. പക്ഷെ ബൈത്തിന്റെ അതാണ് ഇസ്ബാവിന്റെ അലിഫ് എന്ന് പറയുന്നത്. എന്തിനാ ഓതല്? എൻ്റെ മഫ്ഊൽ ഏതാ? മദീഹ ഷഫീഇൻ, ഒരു ഷഫീഇന്റെ മദീഹിനെ നമ്മളെപ്പോഴും ഓതല്. എങ്ങനത്തെ ഷഫിയാണ്? നേരത്തെ ജീഹി, ആ ഷഫീനെയാണ് നമ്മൾ ആശ വെക്കുന്നത്. തടയാൻ വേണ്ടി. ഖുറാനിലല്ല തടയല്, തടയാൻ. എന്തിനാ തടയല്? അദാബലല്ല അന്ന, നമ്മളെ തൊട്ട് നരകത്തിന്റെ അദാബ് തടയാൻ വേണ്ടി നാം ആഗ്രഹം വെച്ച് പുലർത്തുന്ന ഷഫീഇന്റെ മദീഹിനെ നമ്മൾ എപ്പോഴും പതിവായി ഓതല് നമ്മളോട് ബന്ധപ്പെട്ട കടമയാകുന്നു. നിങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടിട്ട് എല്ലാം ശരിയായില്ലേ? നീനപ്പുറം നിന്റെ നിർസാക്കാൻ കഴിയില്ല. അപ്പൊ എന്നിട്ടോ വഖദ് കാന മിദ്റ, ധാരാളം തടുക്കുന്നവരാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ അദാബ് മാത്രമല്ല, ധാരാളം. മിദ്റ എന്ന് പറഞ്ഞാൽ എന്താക്കും? ഒരു കലിമത്തെടുക്കും, ഇസ്മുൽ ആലത്ത്. ഒരു കലിമത്ത് കിട്ടിയാൽ ഒരു മസ്തറിൽ എന്താക്കും? മാദി, മുലാരി, അംറ്, നഹ്യ്, അംറ് ഹാദിർ, അംറ് ഗായിബ്. പിന്നെ അതിലെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് 12 മറ്റം എന്താക്കും? മുസ്തഖ്. അതിനാ മുസ്തഖ് എന്ന് പറയും. മറ്റേ മുസ്തഖ് ബിൻവാണ്. ദറബയിൽ എന്താക്കും? മാദി എടുക്ക്, മുലാരി എടുക്ക്, അംറ് എടുക്ക്, നഹ്യ് എടുക്ക്, മഫ്ഊൽ മുത്ലഖ് എടുക്ക്, ഇസ്മു ഫായില്, ഇസ്മു മഫ്ഊല്, സിഫത്ത് മുശബ്ബഹ, പിന്നെന്താണ് ആലത്തിന്റെ ഇസ്മ്, ലർഫുമാന് ലർഫമാക്കാൻ, ഇങ്ങനെ പല ഇത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതാണ് ഇസ്തിഖാക്ക് സൂറ എന്ന് പറയുന്നത്. ഒരു കലിമത്ത് കിട്ടിയാൽ തിരിച്ചും മറിച്ചിട്ടിട്ട് പല കലിമത്താക്കുന്ന ഞാൻ പണ്ട് ബോർഡും വരെ തന്നിട്ടുണ്ട്. 3 അക്ഷരമുള്ളതാണെങ്കിൽ കുറേ രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽപ്പെട്ടാണ് മിദ്റ ബി കസ്റത്തിൽ ഇസ്മു ആല, തടയാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അദാബ് തടയാൻ ഉപയോഗിക്കുന്ന തങ്ങളാണ്. അല്ലെങ്കിലോ അത് മുബാലഗന്റെ ശീലയാക്കും. ധാരാളം മീത്തുവാഹെന്ന് അല്ലാഹു തആലാക്ക് ധാരാളമായി വഴിപ്പെടുന്നതാണ്. മീറസാദ് വിടാനില്ലേ? റസദയാണല്ലോ അസ്ലഫേലി. മീറസാദ്, നിങ്ങൾ ഓരോ ചലനങ്ങളും ധാരാളമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലബീൽ മിർസാദ് കാനത്ത് മിർസാദല്ലി ത്വാഗീന. അതാ അപ്പൊ മിദ്റ എന്ന് പറഞ്ഞാൽ കസീറൽ ദഫ്ഇ, ദഫ് ധാരാളമാക്കുന്നവരെ അല്ലെ ദഫ് ചെയ്യാനുള്ള ഒരു ഹാലത്താണ്, സ്ഥാനത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തിരിഞ്ഞിട്ടല്ല. യകൂനു യമീനി ബില്ലാഹി, ഇലാഹിനെ കൊണ്ടുള്ള എൻ്റെ സത്യമിതാ ആകുന്ന. എന്താണ് സത്യം? ലഖദ് റആ മിനല്ലാഹി ലുഖിയൻ, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. റആന്റെ മഫ്ഊൽ മുത്ലഖാണ് ഇത് ലുഖിയ. അതല്ല പറഞ്ഞ ഫൈലോ, ആ ഫൈലിന്റെ മാനക്കുള്ള സാധനമായാലും മതി. ഇപ്പൊ ഖഅത്തു ജുലൂസൻ എന്നോ മഫ്ഊൽ മുത്ലഖാണ്. ഖഅദാന്റെ മാനാക്കാണ് ജുലൂസൻ. അപ്പൊ അതിന്റെ പേര് തന്നെ എടുത്തു ലുഖിയൻ. എങ്ങനത്തെ ലുഖിയ? അതാണ് കണ്ടത്. ലൈസ യഅദിലുഹാ, ലുഖിയന്റെ ജുംല സിഫത്താണ്. എങ്ങനെ? ആ കണ്ട ആ ലുഖിയോട് ഒരു കാഴ്ചയും തുല്യമാകൂല. അങ്ങനത്തെ ഒരു കാഴ്ച വേറെ ഉണ്ടായും ചെയ്യില്ല, കണ്ടാൽ തന്നെ തുല്യമാവുകയും ഇല്ല. കൂടിയാ? അപ്പൊ ലൈസാന്റെ ഖബറാണ് ലുഖിയ.
ലൈസ യഅദിലുഹ ഞാൻ ഖബറുണ്ട് ഇസ്മ ലൈസ ലുഖയ യഅദിലുഹ എന്ന അതിന് ഇസ്മില്ലേ പക്ഷെ എന്താ അവിടെ കുട്ടി സലഹാദിയത് എന്താ സബക്കൽ കലമായിരിക്കും. അല്ല നമ്മൾ നോക്കുന്ന കിതാബിൽ കുട്ടി സലഹാദിയത് സബക്കൽ കലമാവാം. അപ്പൊ ലൈസ ലുഖിയ യഅദിലുഹ തങ്ങൾ കണ്ട ലുഖിയോട് ഒരു ലുഖിയയും നൗല സമമാവൂല. ഇനി ومثل أنيني مذنب لم يئنه لبعدي عن الهادي سراجي كأنه هو البدر أو شمس السماء لأنه يفوق جميع الخلق خلقا وإنه لأجمالهم خلقا وأحسانهم زيا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ومثل أنيني أنيني لنا كارشلي تاني 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 لنا كريم എൻ്റെ അനീന് പോലത്തെ അനീന് ലം ലഇന്നഹു മുഗ്നിബുൻ ഒരു ദോഷിയും എന്താക്കിയിട്ടില്ല, കരുന്നിട്ടില്ല. അത്രമാത്രം മൂപ്പർ കരുതുന്നവന്. ലം ലഇന്നഹുന്റെ ഫായിലാണ് മുഗ്നിബുൻ. ഹൂ എന്ന് പറഞ്ഞാൽ അനീന് പോലത്തെ ഒരു കരച്ചില് ഒരു മുഗ്നിബും കരഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കരുതുന്നത്? ലിബുഅദി അനിൽ ഹാദി സിറാജ്, നമുക്ക് വളക്കായവര് സിറാജല്ലേ, ഹാദി ഹിദായത്ത് കാട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ബഈദായി പോയ കാരണത്തിന് വേണ്ടി ഒരു മുദ്രിബ് ഇതുപോലെ കണ്ടില്ല. എങ്ങനത്തെ സിറാജ്? കഅന്നഹു ഹുവൽ ബദ്റു, തങ്ങള് ബദർ തന്നെയാണ്. അപ്പം അതിന് സിറാജിന്റെ തശ്ബീഹാണ്. അപ്പം മുശബ്ബഹേത് തങ്ങള് ഹാദിയല്ലേ. അപ്പം ബദർ പോലെ സംസുസ്ഥമായി അല്ല, ആകാശത്തിലൂടെ സൂര്യബന്ധಕ್ಕೆ മുബാലകയിൽ കയറി ബദറിനെ കൂടിയില്ലേ ഷംസ്. അന്ത ഷംസുൻ അന്ത ബദർ എന്ന് പറയുന്നത് താഴോട്ടാണ്. ഷംസുൻ ജലാലത്തിൽ നോക്കിയ ഷംസാണ്, അന്ത ബദറുൻ ജമാലിയത്തിൽ നോക്കിയ ബദറുമാണ്. ശംസാന്ന അവസരത്തിൽ നോക്കാൻ അടുക്കൽ. അപ്പൊ ജലാലത്തേക്ക് വന്നാല് വലിയ പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടിയാണോ ഇവിടെ ഇരിക്കുന്നത് തോന്നിപ്പോകും. ആർക്കും അടുക്കാൻ കഴിയില്ല. ഒറ്റക്കായാല് ജമാലിയത്തിൽ നോക്കിയാൽ ആർക്കും അടങ്ങി. ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞു അഹമ്മദുലർക്കാരുടെ കാര്യത്തിൽ ആർക്കും അങ്ങോട്ട് അടുക്കാനും കഴിയൂല. അടുത്ത് നോക്കിയാൽ പാലും പഞ്ചസാരയും മുട്ടായി പോലെ ഉണ്ടാക്കുന്ന നല്ല ഏലായി. അപ്പണ്ടില്ലേ? അപ്പൊ ലി അന്നഹു, കാരണം അതിന് തരീൽ കൊടുക്കുന്നത് യഫൂഖുൽ ജമീഅൽ ഖൽഖി, മുഴുവൻ പടപ്പുകളെയും തങ്ങൾ മറികടന്നിട്ടുണ്ട്. ഖുലുഖൻ, സ്വഭാവത്തിൽ വഇന്നഹു ലഅജ്മലുഹും ഖൽഖൻ, ശരീരത്തിന്റെ ഖൽഖുണ്ടല്ലോ, ഖൽഖ് ശരീരത്തിന്റെ പടപ്പത്തരം, അതിൽ ഏറ്റവും അജ്മലാണ്. വഹസനുഹും സിയ്യ, നല്ല ചമയുണ്ടല്ലോ, വസ്ത്രമെടുത്ത് അതോട് കൂടി എന്തായി? അതാ ഹദീസിലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിലേക്ക് തങ്ങളെ കാണുമ്പോൾ ഇനി ലോകത്ത് അതിനാക്കാണ് ദീനത്തുള്ള ഒരാളെ കാണൂല എന്ന് പറഞ്ഞ് ഇഷ്ടമായാലുണ്ട്. അപ്പോൾ എന്തായി? ഖൽഖാൽ വർണ്ണിച്ചു, ഹുലുക്കാൽ വർണ്ണിച്ചു, വസ്ത്രം ധരിച്ചപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലും എന്താക്കി വർണ്ണിച്ചു. ചമയം എന്തോ وأبهجوهم وجها بحسن قصاصتي ورب اصطفاه من أخص خصاصتي وقد خصه من ميلهم باختصاصتي يجود ويعطي مؤثرا في خصاصتي ويطوي الليالي في خصاصته طيا صلاة وتسليم وأزكى تحيتي
على المصطفى المختار خير البرية. അതുകൊണ്ടുള്ളത് മുഖത്തിനാൽ ഏറ്റവും തിളക്കമുള്ളവർ, പ്രകാശപൂരിതമാണ്. അതോടൊപ്പം തന്നെ കൂടെ ബി ഹുസൈൻ ഖുസാസത്തിന് ആ മുടിയുടെ രൂപം പറഞ്ഞില്ല. ഖുസാസത്തും തന്നെ മുടി, ആ മുടി കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും നല്ല എലുമ്പാലാക്കിയിട്ട് പറഞ്ഞിട്ട് ഷാമായില്ല. ലിമ്മത്തുണ്ട്, വലജ് എന്ന് പറഞ്ഞാൽ വഫറത്ത്, ലിമ്മത്ത്, ജുമ്മത്ത് എന്നിട്ട് 3 മുടി പറഞ്ഞില്ലേ, അതാണ് ഖുസാസത്ത്. ആ ഖുസാസ പേരൊന്ന് കസ്ത എന്ന് പറഞ്ഞാൽ മുറിച്ചു തന്നില്ല. അപ്പം മുടി മുറിച്ചിട്ട് നല്ല ഒപ്പിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ലബ്ഹജുഹും ഒന്നെന്താക്കും, കുറച്ച് മേലോട്ട് കയറിയാൽ മറ്റേത് ഇവിടത്തേക്ക് എത്തിയാൽ ചുമലിൽ മുട്ടിയാൽ അങ്ങനെ തർത്തീബിട്ടുണ്ട്. വലജ്, വഫറത്ത്, ലിമ്മത്ത്, ജുമ്മത്ത്. ഇനി ഒന്ന് വറബ്ബിസ്തഫാഹു, നിന്റെ റബ്ബ് തങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മിൻ അഖസ്സി ഖസ്വാസത്തിൻ, ഏറ്റവും പ്രത്യേകക്കാരിൽ പ്രത്യേകമായവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ തങ്ങളെ പിതാക്കന്മാരെ എണ്ണി നോക്കിയാൽ അതൊരു ഹദീസ് കാണാം. ഷിഫായിലുണ്ട് ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി, ആകാശം ഭൂമിയും പഠിച്ചു. അതിൽ നിന്ന് ആകാശത്തിന് അല്ലാഹു തആല അളമത്താക്കിയിട്ട് അർശും അള്ളാഹുവിൻ്റെ അജായിബെല്ലാം വെച്ച്, ഭൂമിയിലോ മനുഷ്യന്മാർക്ക് തിന്നാനും കുടിക്കാനുള്ള വസ്തുക്കളൊക്കെ അതിൽ ഒരുമിച്ച് അങ്ങനെ ആക്കി വെച്ചു. എന്നിട്ടോ പടപ്പുകളെ പടച്ചിട്ട് അതിൽ നിന്ന് മനുഷ്യന്മാരെ തിരഞ്ഞെടുത്തു. മനുഷ്യന്മാരിൽ നിന്ന് എന്താക്കി, അറബികളെ തിരഞ്ഞെടുത്തു. അറബികളിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ഓരോരോ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യത്തിനെ തിരഞ്ഞെടുത്തു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തു. ഷാഖിനെ തള്ളിയെന്നല്ല അതിൻ്റെ അർത്ഥം, തിരഞ്ഞെടുത്തു. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പാരമ്പര്യത്തിലുണ്ട് 20 ഉപ്പാപ്പന്മാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഖസാസത്ത്, ഓരോന്നും തിരഞ്ഞെടുത്തിട്ട് മിനൽ അംബിയാഇ വൽ മുർസലീൻ, ഉപ്പാപ്പന്മാരും തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഓതിയാണ്. വകം ഖസ്സഹു മിൻ ബൈനിഹിം, അവരുടെ ഇടയിൽ നിന്ന് എത്രമാത്രമാണ് അല്ലാഹു തആല തഖ്സീസാക്കിയത്. ബിഖ്തിസാസത്തിൻ, തങ്ങൾക്കുള്ള പ്രത്യേകമായ അല്ല ഖസായിസുല്ലത്തി ലൈസത്തി ലിഅഹദിൻ മിൻഹും, അംബിയാ മുർസലീങ്ങളിൽപ്പെട്ട ഒരാൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ലാത്ത ഖസായിസുകൾ. ഖസായിസ് മാത്രം പറയാൻ വേണ്ടി നോക്കാറ് 2 മുജല്ലദ് കിതാബ് 1000ഓളം ഖസായിസ പറയും. അപ്പൊ പിന്നെ എവിടെയാ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന അക്കീദായിട്ട് ഒത്തുപോകുന്നു എന്ന് പറഞ്ഞിട്ടും ഇവിടെ കണ്ടില്ല. ഖസായിസ് കുമറ 1000ഓളം ഉണ്ടെന്നുണ്ട്. അപ്പം അടക്ക് നന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖസായിസുകളെ കൊണ്ടിട്ട് എന്താക്കി തങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖസായിസുല്ലത്തി ലൈസത്തി ലിഅഹദിൻ മിൻഹും, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. ഇപ്പം പറയുന്ന ഇവന് മുതകബ്ബിറുൻ ജബ്ബാർ പറയുന്നത് എന്താണ്, ഒരു പ്രത്യേകതയില്ല, അതിന് കുട്ടി ജനിച്ചന് ബഷർ അഷല്ലത് ഇന്ന മരം പറഞ്ഞിട്ടുണ്ടാ. പിന്നെ അള്ളാഹുന്റെ ഹബീബിനോട് അതബ് പാലിക്കല്, പിന്നെ ആരോടായി പിന്നെ അതബ് പാലിക്കല് കുരുത്തക്കടാന്ന് നോക്കാം. യജൂദു, തങ്ങൾ ജൂദ് ചെയ്യുകയാണ്, വയുഅതി, തങ്ങൾ നൽകുന്നു. അതെന്ന് അപ്പൊ ഏതായിനാക്കാണ് കടപ്പം കൂടിയിലാണ് ജൂദ്. ആവശ്യമെല്ലാം വെച്ചിട്ട് ബാക്കി വെച്ചിട്ട് എന്താ കൊടുത്താലും പറയാലോ യുവത്തിന്ന് അവരുടെ. യജൂദു എന്ന് പറയുമ്പോൾ ധാരാളമായി കൊടുക്കലാണ്. അജ്വദമിനെ ദീഹിൽ മുർസല വാഷ്ഫക ഇബാദില്ലാഹി അലൽ യതീമി വൽ അർമല. എന്നപ്പുറം യൂസിറു ബിഖൂതിഹി വയബീതു ജായിഅ, തങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള ആഹാരം ഉണ്ടാകും, അതെന്താക്കും കൊടുക്കും, പട്ടിണി അയച്ചു കൊടുക്കും. അതാണ് ഇത് മൂസിറൻ ഫീ ഖസാസത്തിൻ, തങ്ങളുടെ പട്ടിണിയിൽ തങ്ങളുടെ ഫഖീർ ഫഖർ എന്ന് പറഞ്ഞാൽ മർമ്മമായ ഫഖർ എന്ന് പറഞ്ഞൂടെ. വലവക്കാൻ ബിഹിം ഖസാസ, അതാണല്ലോ സഹാബിമാർക്ക് കിട്ടിയത്. എന്നിട്ടോ വയത്തവിൽ ലയാലി, അതാണ് ഈ മൂസിറൻ ഫീ ഖസാസത്തിന്റെ മാന തന്നെയാണ് ഇത്. വയത്തവിൽ ലയാലി, കുറേ രാത്രികൾ എന്താക്കും തങ്ങൾ ചുരുട്ടും. ഫീ ഖസാസത്തിഹി, ആ വിശപ്പിലായിക്കൊണ്ട് തയ്യൻ വയറൊരു ചുരുട്ടലാണ്.
വയറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നേരെ നിൽക്കലേ, വയറ് ചുരുട്ടി വെക്കും. അപ്പൊ തവാ എന്ന് പറഞ്ഞാൽ എന്താക്കി, വിശപ്പ് സഹിച്ചിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ട്. വയത്തമില്ല ജാലി ത്വയ്യൻ, തവാന്റെ മഫ്ഊലുമത്തിലേക്ക് ത്വയ്യൻ, അസലെന്താ തവിയൻ ഉണ്ടായില്ലേ, അതിന്റെ വാവിനെ മനസ്സിൽ യാഗാക്കിയിട്ട് ഇൽഹാമ് ചെയ്യും ത്വയ്യൻ. അങ്ങനെ ലവായൽബി മസ്തർ എങ്ങനെ വരിക, ലവിയൻ, വാവിനെ മനസ്സിൽ യാഗാക്കിയിട്ട് ലയ്യൻ, ലയ്യൻ ബി അൽസിനത്തിഹിം മുതഅനം ഫിദ്ദീൻ. ഓടുന്നുണ്ടല്ലോ. أتى بصواب القول لا بخطئه به فاستقر الحق فوق وطائه يضاهيه بدر التم دون غطائه يحاكيه وابن السحب عند عطائه فوالله ما يبقي عطاء له شيئا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അതാബി സവാബിൽ ഖൗൽ, ഖൗലിലെ സവാബിനെ കൊണ്ടുവന്നു. അപ്പൊ ഖൗലും സവാബ് കണ്ടാ, ലാ യഹൂറു ഫീ സുആലി അൻഹുണ്ടെന്നോ ولا يجور لا يجور لسانه إلا في صواب ولا يجور لسانه إلا في صواب. സവാബിലല്ലാതെ തങ്ങൾ നാവ് സഞ്ചരിക്കൂലെന്ന്. അതാബി സവാബിൽ ഖൗലി ലാ ബി ഖതാഇഹി, പിഴവുള്ളതൊന്നും കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ബിഹി ഫസ്തഖറൽ ഹഖ്, ഹഖ് ഇവിടെ എന്തായിന്നറിയോ, സ്ഥിരപ്പെട്ടു. ഫൗക വിതാഇ, വിതാ എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇതിലെ അതുക്കീലില്ലേ, എന്ത് പറയുന്ന കാര്യത്തിനോട് കൽബ് യോജിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണേ. കൽബ് പാഞ്ഞക്കും, നാവുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടോ. അപ്പോൾ തങ്ങളുടെ ആഗ്രഹത്തിന് മുവാഫിക്കായിക്കൊണ്ട് യോജിച്ചുകൊണ്ടെന്തായിന്നറിഞ്ഞോ, അതിലും ഉപരിയായിക്കൊണ്ടിട്ട് ഹക്ക് ഇവിടെ നിലനിന്നു. മിതായിന് മറ്റൊരർത്ഥമുണ്ട്, ഫിറാശ്, വിരിപ്പ്. അതിനേക്കാണ് യോജിപ്പ് മറ്റേതാണ് മുവാഫഖത മുറാദിഹി. ഇനി യുലാഹിഹി, തങ്ങളോട് തുല്യമായി പറയുന്നൊരു സാധനം ബദ്റുത്തിമ്മി, പൂർണ്ണചന്ദ്രനാണ്. യാ ബദ്റത്തിമ്മിൻ എന്ന് പറഞ്ഞില്ലേ, അതായത് ചന്ദ്രൻ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നിട്ട് എന്താക്കുക, പൂർണ്ണ വട്ടം പ്രാപിച്ചാൽ തിം, യാ ബദ്റത്തിമ്മിൻ ഹാദ കുല്ല കമാലി. അപ്പൊ ബദ്റുത്തിമ്മിനോട് പറയാം, ശബീഹുക ബദ്റുൽ ലൈലി ബൽ അൻത അൻവറു എന്ന് പറഞ്ഞില്ലേ. തങ്ങളോട് തുല്യപ്പെടുത്താൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ ബദ്റുൽ ലൈലി മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് പറഞ്ഞാൽ എന്താവൂല, പൂർത്തിയാവൂല. ബൽ അൻത അൻവർ, അതിന്റെ അപ്പുറം തങ്ങൾ അൻവറാണെന്ന് പറയാം. അതാണ് എങ്ങനത്തെ ബദ്റുത്തിമ്മി ദൂന ഖിതാഇ. ആ ബദ്റുത്തിമ്മിന് മൂടികളൊന്നുമില്ല, അതെല്ലാം മേഘങ്ങള്. അതാ ദൂന ഖിതാഇഹി, ആ ബദ്റുത്തിമ്മിന് മൂടികളൊന്നും ഇല്ലാതെ, അതിനെ മറക്കുന്ന സാധനമൊന്നും ഇല്ലാത്ത ബദ്റുത്തിമ്മ് കണ്ടാൽ എന്തുണ്ട്, അതാണ്. ഇനി യുഹാക്കി വബിലു സുഹബി, സുഹബേത മേഘം, മേഘത്തിന്റെ മഴയോട് തങ്ങളോട് തുല്യാക്കാം. അപ്പൊ ഓരോ വിഷയത്തിൽ എന്താക്കും, അസ്ദഹരി ഫീ തറഫിൻ വൽബദ്രി ഫീ ശറഫിൻ വൽബഹരി ഫീ കറമിൻ വദ്ദഹരി ഫീ ഹിമമിൻ, പല വിഷയത്തിൽ എന്താക്കി വജുഹുശബ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ യുഹാക്കിഹി വബിലു സുഹബി, മേഘത്തിന്റെ മഴ, വാബിൽ നല്ല കോരിച്ചൊറിയുന്ന മഴ, അതല്ലേ ഫൈലം നിസ്ബഹ വാബിലും ഫതല്ലുൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ അന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ, പോലീസ് വിളിച്ചത് മുടക്കി വിളിച്ചേ. നിങ്ങൾ എൻ്റെ അടുത്ത് വിളിക്കാൻ വന്ന പോലീസ് എന്താ വിളിക്കുന്നത്, അയാള് പറഞ്ഞ് അത് റൗദത്തുൽ മിർയാനിൽ ജന്നയിൽ പെട്ടതല്ല, ഇത് സാധാരണ പള്ളിയാണ്. പണ്ട് തിരക്കൂട്ടിയപ്പോൾ ഞാൻ കസറത്തുൽ ഇസ്തിഹാം വഹദാ അയ്ദ സൂഉ അദബിൻ ഫൈലം നിസ്ബഹ വാബിലും ഫതല്ലുൻ. അതാ വാർത്താൻ ഓലിക്ക് നല്ലോണം പിടിച്ചു. മഴയില്ലെങ്കിൽ പാറിപ്പോയിന്ന് എന്തെങ്കിലും ഉണ്ടാകട്ടെ. നമ്മൾ ആക്കിയോർക്ക് നോക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും, ആ മുത്തവൻ ഇങ്ങനെ വിളിക്കുന്നു.
ഞാൻ കാണുന്നില്ല. മജീദാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു അടി തരാനായിരിക്കും. അങ്ങനെ വരമാനം പറഞ്ഞില്ലേ, വാ അവിടെ നിന്നിട്ട് പറഞ്ഞ് പുള്ളിക്ക് പറഞ്ഞു, ഞാൻ റഹ്മാൻ അതാ മുത്തവ ഹിന്ദി, ഇത് ഇന്ത്യയിൽ നിന്ന് വന്ന മുത്തവയാണ്, കേൾക്കാൻ സൗകര്യം ചെയ്യുന്നത്. അതാണ് ബാബിലിന് എണ്ണാൻ പിടിച്ചത്. എന്താ അത്താഹി തങ്ങൾ കൊടുക്കുന്ന അവസരത്തിൽ എന്താക്കും, മേഘത്തിൽ പെയ്യുന്ന ശക്തമായ മഴയോട് നമുക്കെന്താ ഉപമിക്കാം. അപ്പൊ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, മായുബക്കി ഒന്നും ബാക്കി വെക്കൂല. ശയ്യൻ, ശയ്യന്റെ അർത്ഥം എന്താ, ശവായശ്വി, മറ്റേ ഷായശ്വല്ല, ഷായല്ല പേര്, ശവായശ്വി. അതായത് പാചകം ചെയ്യലിന് പലതുണ്ട്. വെള്ളം വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ തബഹാന്ന് പറയും. ഇപ്പം വെക്കുന്ന മഷ്മീദാന്ന് അതിൽ വെള്ളം ഉണ്ടാവില്ല. ആ ഷവായശ്വി യശ്വിൽ വുജൂഹ. മറ്റൊന്നും ഉണ്ടെന്ന് പൊരിക്കലിന് പറഞ്ഞെന്താ പറയാ, എണ്ണ വീട്ടിട്ട് പൊരിക്കുന്നുണ്ട്, ചുടുന്നതുണ്ട്, പിന്നെ ഈ തീര് മാത്രം കാട്ടിക്കെടുക്കുന്നുണ്ട്. പല പാചകങ്ങൾ ഇതിനെപ്പാ മക്കലേതാന്ന് പൊച്ചത് കുഴിച്ചിട്ടെടുക്കുന്നതാണ്, അത് മസുരി. അപ്പൊ ഈ ശവായശ്വിയം, അപ്പൊ ലാ തശ്ബീഹ് ഹൽക്കനാന്നല്ല, ലാ തുശബ്ബിഹ് ഹൽക്കനാന്ന് അവിടെ കൊണ്ട് ഖുതുബയിലോതുണ്ട്. നമ്മളെ ഈ കോലുണ്ടല്ലോ, മുഹമ്മദിയായ കോലമല്ല. ബലത്തോട്ട് ചെരിഞ്ഞ് കിടന്നോട്ടൊക്കെ തല മീമാന്ന് ഇങ്ങനെ രണ്ട് കൈയും കൂടെ പോകുമ്പോൾ ഹാഗാണ്. ഇവിടെ മീമിന്റെ കൊലം വരും, കാലിൻ്റെ അവിടെ നിന്നാക്കും ദാലിന്റെ കൊലം വരും. മുഹമ്മദിയായ കോലാണ്. ഈ മുഹമ്മദിയായ കോലത്തോടുകൂടി എന്താ, കോലത്തിന് അള്ളാഹു തഅലീമാക്കിയ കാരണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ രംഗത്തിലിടില്ല. അത് മാറ്റിയിട്ട് എന്താക്കും, കോലം മറിച്ചിട്ടിടുകയാണ്. അപ്പൊ ലാ തുശബ്ബിഹ് ഖിലഖനാ, നമ്മുടെ ഈ ഹിൽക്കത്ത് കോലം മറിക്കല്ല എന്ന് പറഞ്ഞാൽ നരകത്തിടാൻ വേണ്ടി ഒരുക്കി വെക്കല്ല എന്നായി. അപ്പൊ നരകത്തിലൂടെ എല്ലാം കാണാ അബലകൈത്, അതിന് വേണ്ടി കോലം മറിച്ചു വെക്കല്ല എന്ന് പറഞ്ഞു. ഈ പത്തിൽ പൊറോട്ട ഇടാൻ വേണ്ടിട്ട് ഇതെല്ലാക്കി കരിക്കിട്ടാക്കിട്ട് വെക്കല് ഒരു മുഖദ്ദിമയല്ലേ. അപ്പോ ഇടുന്നതിനൊക്കെ മുമ്പ് അതാക്കി വെക്കണ്ടെന്ന് പറയുമ്പോ അബലകായിട്ട് നരകത്തിലുണ്ടാന്ന് കിട്ടൂലേ. അപ്പൊ എല്ലാ തശ്ബീനാ വായിക്കല്, അങ്ങനെയല്ല വേണ്ടില്ല. തുശബ്ബിഹ് ഖിലഖനാ മിന്നാർ മിൻ ബലദിനാ ഹാദാ. അതിനപ്പുറം തന്നാ ഇപ്പൊ ഒന്നും പേരക്കില്ല. ഇപ്പൊ കള്ളാസ് എഴുതിക്കൊണ്ടിട്ടുണ്ടല്ലോ, വായിക്കലാണ് എന്നല്ല, അറബി സാഹിത്യകാരനാണ്. പക്ഷെ നബാത്തി ഖുത്ബിന്റെ ബറക്കത്തിൽ ഒന്നും കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പ്രകടിപ്പിച്ച ഖുത്ബയാണ് അതിന്റെ പ്രയോഗങ്ങൾ. അത് കേൾക്കുന്നത് വേറെ തന്നെ. മുഹമ്മദിനൊക്കെ ഖുത്ബ തുടങ്ങിയാൽ അൽ ഖത്തീബ് എന്ന് പേര് കിട്ടിയ വെറുതെ അല്ലല്ല. തുടങ്ങിയ ഘട്ടത്തുന്നുണ്ടാവും ചാല എടുക്കുന്നു, താടിയിലേക്ക് എത്തി, താടിയിൽ നിന്ന് കുപ്പായം തന്നെ വെറുതെ അൽ ഖത്തീബായത്. റമദാന്റെ അവസാനത്തെ ഖുത്ബ കേൾക്കാനേ കഴിയില്ല, ജനങ്ങളുടെ അണിമറിയില്ല. 65 മുമ്പാണ് കേൾക്കുന്നത്. അതിന് മുമ്പ് അന്നത്ര എനിക്ക് 10 വയസ്സാണ്, 12 വയസ്സായിട്ടുണ്ടാവില്ല. അതിന് ശേഷം മൂപ്പർ നിന്നിട്ടില്ലല്ലോ, 18 കൊല്ലം നിന്ന്. അപ്പൊ ശയ്യ മനസ്സിലായില്ലേ? ഷബ ചുടപ്പെട്ടൊരു സാധനം എന്ന് വെച്ചാൽ പൊരിച്ച പത്തിരി എന്നറിയാം. ഒരു ചുടപ്പെട്ട ഒരു സാധനം പോലും പമായുബക്കി, എന്തിനാന്ന് അത് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ അതിന് ഷവായൻ എന്നുണ്ടാവും മസ്തർ. അതിന്റെ വാവിനെന്താക്കി യാഗാക്കിട്ട് മറിച്ചു. അപ്പൊ ഷയ്യൻ. അപ്പൊ മുത്തമാസിലേന് വന്ന എന്താക്കണം, ഇതാകുമ്പോ ചെയ്യണ്ട ഷയ്യൻ. അപ്പൊ ഒരു ഷയ്യും എന്താക്കൂല, എല്ലാം കൊടുത്തു കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം. يوفقه رب العلا ليحبه فينفق أصفى ماله وأحبه ويعشق مولانا ويثير حبه يطلق دنيانا ويطلب ربه فما اختار في الدنيا
حياة ولا مقيا حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله യുവഫിഖുഹു അല്ലാഹു തആല തങ്ങൾക്ക് തൗഫീഖ് നൽകുകയാണ്. ആര്? റബ്ബുൽ ഉലാ, ഉലാന്റെ റബ്ബ്. എന്താ ഉല എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആകാശം എന്നുള്ളതിന്റെ വസ്ഫാണ് ഉല. അഇല സമാവാത്തിൽ ഉല. അപ്പം മൗസൂഫ് കളഞ്ഞതാണ്. റബ്ബുസ് സമാവാത്തിൽ ഉല എന്നുള്ളതാണ്. ഉന്നതമായ ആകാശങ്ങളുടെ റബ്ബ് അല്ലാഹു തആലാക്ക് തൗഫീഖ് നൽകിയിരിക്കുന്നു. ലിയുഹിബ്ബഹു, അല്ലാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തൗഫീഖ് നൽകി. എന്നിട്ട് ഫയുൻഫിഖു അസ്ഫാ മാലിഹി, തങ്ങളെ മുതലിൽ നിന്ന് ഏറ്റവും സഫാ ഉള്ളതെല്ലാം താക്കുന്നു കൊടുക്കുകയാണ്. വ അഹബ്ബഹി അസ്ഫാ അഹബ്ബിഹി എന്നാ വേണ്ടി. ആ മാലിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടത് അസ്ഫാനമുളത്ത് പാകണ അഹബ്ബീന്നല്ല വേണ്ടി. അന്നിക്ക് തോന്നുന്നത് അത് കാപ്പിപ്പിക്കാൻ വേണ്ടി അഹബ്ബഹു എന്നാക്കിയെന്നാണ്. മനസ്സിലായില്ലേ? കാഫിയൊക്കെ വേണ്ടിയിട്ട് മുസ്നദൂനാണ്, മുസ്നദീന്നല്ല വയ്ക്കുന്നത്. എന്നിട്ടോ വയഅ്ശിഖു മൗലാന, മൗലാനയോട് ഇഷ്ക് വെക്കുകയാണ്. വയൂസിറു ഹുബ്ബഹു, അല്ലാഹുവിൻ്റെ ഹുബ്ബിന് ഏറ്റവും മുൻഗണന കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഹുബ്ബഹുവിന്റെ ദമീറിടത്തേക്ക് തങ്ങളിലേക്കും മടക്കാം. അപ്പം എന്താകും? തങ്ങളെ അഹ്വാലിൽ നിന്ന് ഒരു ഹാലാണ് ഇത് ഹുബ്ബ്. ആ ഹുബ്ബാരെ അള്ളാഹിനോടുള്ള സ്നേഹം അല്ലെ? അല്ലാഹു തആല എന്നെ സ്നേഹിക്കണമെന്ന് ഈസാര ചെയ്യും. രണ്ടും ഒന്നെ. എന്നിട്ട് യുതല്ലിഖു ദുന്യാന, നമ്മുടെ ദുന്യാവിനെ തങ്ങൾ ഒഴിവാക്കുകയാണ്. വയത്ലുബു റബ്ബഹു, റബ്ബിനെ തേടുകയുമാണ്. അതുകൊണ്ട് ഫമഖ്താറ ഫിദ്ദുന്യാ, ദുന്യാവിൽ നിന്ന് തങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല ഹയാത്തൻ, ഇവിടെ ജീവിച്ചിരിക്കണമെന്ന്. എന്താ അതേടാ വഫാത്തിന്റെ നേരത്ത് അല്ലാഹു തആല ഖിയാറ് കൊടുത്തു. ഏതൊരു പ്രവാചകന്മാരും വഫാത്താകുന്ന നേരത്ത് ഖിയാറ് കൊടുക്കും. കുറെ കാലോട് ജീവിക്കുന്നോ എല്ലാം മടങ്ങുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ വഫാത്താവുള്ളൂ എന്നൊരു ഹദീസ്. അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേട്ട് അവിടെ മനസ്സിലാക്കി വെച്ചു. വഫാത്തിന്റെ നേരത്തെ റഫീഖൽ അഅല, റഫീഖൽ അഅല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കണ്ണി എന്താന്ന്? പണ്ട് കൊടുത്ത ഖിയാറുണ്ടല്ലോ, ആ ഖിയാല് റഫീഖുൽ അഅലാനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇതെല്ലാം യഖ്ഹാറുനായത് നമ്മളെ ബലവെക്കൂല, തങ്ങൾ പോകാൻ തന്നെ ഉറപ്പിച്ചത്. അതാണ് ഹയാത്ത്. റഫീഖുൽ അഅലയിലേക്ക് ഞാൻ പോകാനാണ് തിരഞ്ഞെടുക്കുന്ന പറഞ്ഞില്ലേ. വലാ ബുഖിയാന്ന് വല്ല ഇവിടെ എന്താക്കും? ബാക്കിയാവല്ലയും ബുഖിയത്ത് ബിളമ്പിൽ ബായി, അവിടെയാണ് ഓലപ്പായിൽ കിടന്ന്. എന്നിട്ട് എൻ്റെ വരയുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഞാൻ ഒരു കിടക്കുണ്ടാക്കി തരട്ടെയോ? എന്ത് കിടക്കുമ്പോ കിടക്കാനാ? ഞാൻ പറഞ്ഞു മാലി പോലെ ദുഞ്ഞ, ഞാനും ദുഞ്ഞാവായിട്ട് എന്ത്. എന്നിട്ട് പറഞ്ഞു, ഒരു യാത്രക്കാരൻ ഒരു മരത്തിന്റെ കീഴിൽ എന്താക്കി തൽക്കാലം ചൂടി വിശ്രമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറിയപ്പോൾ എണീച്ചുകൊണ്ട് പോയി. അവിടെ ഉണ്ട് സ്ഥലമായിട്ട് കണക്കിൽ എന്ന മാതിരിയാണ് എനിക്ക് ദുന്യാവിലെ ജീവിതം എന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹയാത്തിനെയോ ബാക്കിയായിട്ട് ഇവിടെ കയ്യലിനെയോ ഉണ്ടാക്കിയിട്ടില്ല, തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി രണ്ടുപേരും കൂടെ വായിച്ച് നമുക്ക് മതിയാക്കാം. يزول بها حزن القلوب وبثها كما أمة في ذاك دنيا يحثها يمينا تراه مع شمال يبثها ويوهلها مما ينافرها وهي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. മദാഇഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകൾ
മിൻഹ അതിൽപ്പെട്ട ചിലത് എന്താന്ന് മിന്നെന്ന് പറയും തമിഴ് എന്ന് പറഞ്ഞു. തമിഴ് എന്ന് വെച്ചാൽ ആടാ ബാധന്ന് കൂട്ടിക്കൊടുത്താൽ എന്താവും മാന നേരെയാവും. വല്ലദീ നസ്സല അലൈക്കൽ കിതാബ അതിനപ്പുറം മിൻഹു ആയാത്തും മുഹക്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്തുൻ. അപ്പോൾ മിൻഹു എന്ന് പറഞ്ഞാൽ ബഅദും മിൻഹു അല്ലാഹു തആല കിതാബ് ഇറക്കി. അപ്പോൾ അതിൽപ്പെട്ട ബഅദ് ആയാത്തും മുഹക്കമാത്താണ്. അതാണ് കിതാബിന്റെ കാതൽ. എന്നുവെച്ചാൽ അംറും നഹിയും അഹ്കാം പടപ്പുകൾ സ്വീകരിക്കേണ്ടത് അവിടെയാണ്. മുതശാബിഹിൽ എന്തില്ല. അപ്പോ ഇൽമുൽ മുആമല നടക്കുന്ന എവിടെയാണ്? മുഹക്കമിലാണ്. ഇൽമുൽ ഇൽമുൽ മുകാശഫ നടക്കുന്നത് ഏതിൽ? മുതശാബിഹിലാണ്. അപ്പൊ അതിലുണ്ട് അന്നിലാമു ബൈത്തുകളുണ്ട്, പദ്യങ്ങളുണ്ട്. വബസ്സുഹ എന്ന് പറഞ്ഞാൽ നഷ്ർ. അപ്പൊ എന്താന്ന് പറയാ, ബസ്ത് എന്ന് പറഞ്ഞ സാധനം എന്താക്കും? ലോകത്തില് ഫെയിലായിട്ടും ഉപയോഗിക്കും, ഇസ്മായിട്ടും ഉപയോഗിക്കും. ഫെയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫെയിലിന്റെ പ്രയോഗങ്ങളൊക്കെ വരും. ഇസ്മായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ പ്രയോഗങ്ങൾ വരും. ഉദാഹരണം പറഞ്ഞ വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. നഫ്സും വാഹിദത്തിൽ നിന്ന് മനുഷ്യനെ പഠിച്ചു. മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്ത മിൻഹുമാ റിജാലൻ കസീറ. ആ ബസ് ഏതാണ്? മാദിയ ഫീലാണ്. ഫെയിലാകുമ്പോൾ ഫെയിലിൻ്റെതായ മരണമാണോ അഭിനയാണോ എന്നല്ല നഫ്സിൽ നടന്നത്. അത് ഫെയിലാണ്. قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون എന്ന് പറഞ്ഞു. യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാതായപ്പോൾ ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അപ്പം ബസ് ഏതാണ്? മനോദുഃഖങ്ങൾ എന്നായി. അത് ഇസ്മായി. അപ്പോൾ ഒരു കലിമത്ത് തന്നെ ഇസ്മാകലുണ്ട്, ഫെയിലാകലുണ്ട്. അപ്പോൾ ഇസ്മ വരുമ്പോൾ അതിൻ്റെ മുക്തനാകൾ വരും, ഫെയിലാകുമ്പോൾ അതിൻ്റെ മുക്തനാകൾ വരും, മേറബാകുമ്പോൾ അതിൻ്റെ ഇത് വരും, അഭിനയാകുമ്പോൾ അതിൻ്റെ വരും. അപ്പം നെഹദ് പെട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ കഴിയൂല. എന്താ മൊബൈലിനെ പറ്റി പറഞ്ഞു നടക്കാൻ. അപ്പം ബസ് ഏതാണ്? ഗദ്യങ്ങളുമുണ്ട് പദ്യങ്ങളുമുണ്ട് എന്ന്. എന്തോ നീ കൂടാത്ത മതി. യസൂലു ബിഹ തങ്ങളുടെ മതഹെ കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ്. ഹുസ്നുൽ ഖുലൂബി കൽബിന്റെ ദുഃഖങ്ങളെല്ലാം നീങ്ങിപ്പോകും. ബസ്സുഹ ആ ബസ് ഏതാണ്? മനോദുഃഖം. ഇന്നമാഷ്കു ബസ്സി ഇസ്മായി. മൂപ്പർക്ക് ഈ ഇതിലെല്ലാം വിഷയത്തിലുള്ള ഒരു കഴിവ് അല്ലാഹു തആല വല്ലാത്തൊരു അജബ്. ഇപ്പം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാന്നല്ലാണ്ട് എന്ത് ചെയ്യും? അതെ, കമാ ഉമ്മത്തൻ ഉമ്മത്തിനെ യഹ്സുഹ പ്രേരിപ്പിക്കുന്നത് പോലെ ഫീ തർക്കി ദുന്യാവിനെ ഉപേക്ഷിക്കണം എന്ന് പ്രേരിപ്പിക്കുന്നത് പോലെ തങ്ങളെന്താക്കും? അത് അമൽ ചെയ്ത് കാണിക്കുന്ന പറയും. മാതൃക കാണിക്കും. അതാ തറാഹു തങ്ങളെ നീ കാണും. അപ്പൊ തറാഹു ഒന്നാം മഫ്ഊലായി. യബുസുഹു യബുസു ഏതാണ്? ബസ്സ പരത്തും, വിതരണം ചെയ്യും. ബസ്സമിൻഹുമ അത് ബസ് ഫീലാന്ന്. യബുസുഹ എങ്ങനെ? യമീനൻ മാഷിമാലിൻ വലത്തിനോട് എടുത്ത് ചേർത്ത് എന്ന് പറഞ്ഞാലോ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് ഇപ്പുറം കൊടുത്ത് ഇതാ മുൻപോട്ടില്ലേ ഈ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ആക്കി ഒഴുകിയെന്ന് പറഞ്ഞില്ലേ. അപ്പം വലത്തെ കൈയിനോട് ഷിമാലിനെ ചേർത്തിട്ട് നല്ലോണം കൊടുക്കുന്ന തൊട്ട് ഈ ഭാരത്താന്നത് കിട്ടൂല, പകുതിയിലിട്ടു. അപ്പൊ എങ്ങനെ അർത്ഥം വെക്കും? തറാഹു നീ തങ്ങളെ കാണും. യബുസ്സു യമീനൻ മാഷിമാലിൻ വലത്തെ കൈയോടെ ഇടത്തെ കൈ ചേർത്ത് കൊണ്ടിട്ട് എന്താക്കും? ഒരു വാരി കൊടുക്കും. ജൗഹ എന്ന് പറഞ്ഞ വഹ യഹി എന്നാണ് അതിന്റെ ആ ഫീലുണ്ട്. വാവിയ ഒരു ഫീലില്ലേ വഹ. അത് വഹിയ വരികയാണെങ്കിൽ വഹിയ തന്നെ അത് നല്ല ലമീറല്ലേ ഫീലി വഹിയ. അപ്പം മുതാരി എങ്ങനെ വരും? ജൗഹ എന്ന വരിക. സമിഅ യസ്മഉ ബാബായി വഹിയൻ. അപ്പൊ അതിന്റെ മഫ്ഊൽ എങ്ങനെ വരും? മുത്തലക്ക് മസ്ദർ വഹിയൻ. അപ്പം വഹിയ എന്നുള്ള പേര് പ്രകാരമാണ് ജൗഹ എന്നാക്കിയത്. ജൗഹ സാലിമേ വഹ യഹിയാണെങ്കിൽ വാവുണ്ടാവില്ല. ജറാ യജ്രി പോലെയായി. ജറാ യജ്രി ജറിയൻ. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഫേലിന്റെ വഹയിൽ നിന്ന് എന്താക്കിയെന്ന് അറിയോ? വഹിയ എന്നത് ഒന്നിച്ചു കൊണ്ടാണ് എന്താക്കിയത്?
അപ്പം എന്താ ബി ഫത്ഹിൽ ഹായ് വ കസ്രിഹ, ഹാക്ക് ഫത്ഹുണ്ട് കസ്റുണ്ട് ഏതില് മാദിയ ഫീലില് മാദിയ ഫി സമീഅ യസ്മ ബാബർത്ത വഹിയ യൗഹ വഹാ യഹി. അപ്പൊ യഹിയാണെങ്കിൽ വാവുണ്ടാവില്ലല്ലോ. അത് ചിലപ്പോൾ എന്താക്കും ഫസീഹിനെ വിട്ടിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തെറ്റിയെന്നും വരാം. അന്നേരം അത് ഫസീഹാവും. അസീമത്ത് കൊടുക്കാം, റുക്സ കൊടുക്കാം. അപ്പൊ യൗഹ എന്ന് പറഞ്ഞാൽ എന്തായി? വീണ് പോവുക, ലൈഫാവുക എന്നാണ് അർത്ഥം ഉണ്ടായത്. അതേതുപോലെ മഹല്ലി കിതാബിൽ പറഞ്ഞില്ലേ, നബിമാൻ പറഞ്ഞില്ല, ഒരു ഖിലാഫ് ഞാൻ ഒഴിവാക്കുക വലോക്കാന വാഹിയ, വീണ് പോയതായാല്. അപ്പൊ വീണ് പോക്കുന്ന ഇതുണ്ടാവും, കൗലുണ്ട വീണ് പോക്ക്. അപ്പൊ ലൈഫായ കൗലായാലും ശരി, അപ്പൊ എന്തായി? ദുഅഫ് വന്നിട്ടാണല്ലോ വീണ് പോകുന്നത്. അപ്പൊ ലാസിമായി, ദുഅഫിന്റെ ലാസിമാണ് വീണ് പോക്ക് എന്ന് പറഞ്ഞ മാതിരി ഈ ബലത്തെ കയ്യിന്റെ പ്രവർത്തനത്തിനോട് എതിരാകുന്ന കാര്യങ്ങളിൽ എന്താക്കും? തങ്ങൾ പിന്തിരിക്കുമെന്നർത്ഥം. ബലത്തെ കൈ കൊടുക്കുന്നില്ലേ, ആ കൊടുക്കലിനെതിരാകൽ എന്താ? കൊടുക്കാണ്ടിരിക്കലല്ലേ. അവിടെ വിഷയം തങ്ങൾ പിന്നോട്ടായി, കൊടുക്കാണ്ടിരിക്കൂല. അപ്പൊ ചിലതെന്താക്കും? വാസിത്തയിൽ കൂടി കടന്നിട്ട് പോകണം. അതാണ് ബയാൻ എന്ന് പറയുന്നത്. ചിലത് പറഞ്ഞാൽ വേഗം തിരിയുന്നുണ്ടാകും, ചിലത് വാസിത്ത് ഏറിയിട്ട് എന്താക്കും? പല തെരീക്കിൽ കൂടി പോയാൽ. അപ്പൊ ഒരു വിഷയം തന്നെ പല തെരീക്കിൽ കൂടി അവതരിപ്പിക്കുന്നതാണ് ബയാന് എന്നാണ് ഇത് മുഖ്തസറിൽ ഓതിയിട്ടുണ്ട്. അവതരണ രീതി, അതെ അതെ. ഇനി أم إله العرش صوبة جاهه يتم كمالات العلا بجاهه يغم العدا إذ بانا فخر اتجاهه يعم جميع العالمين بجاهه له العز والإكرام والرتبة العليا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات يؤم إله العرش عرش إله لتشم بكويانا أما يؤم ولا آمين البيت الحرام الله أين اسم فايلات أما فاتح آمين ورنارتم മാറിയിട്ടുണ്ട്. സൗബ തുജാഹിഹി തങ്ങളുടെ തുജാഹ് എന്ന് വെച്ചാൽ തങ്ങളുടെ എന്താണ് എങ്ങോട്ടാണോ തങ്ങൾ പോകുന്ന വാക്ക്. നമ്മളിങ്ങനെ പോയാണെങ്കിൽ നമ്മളെ തുജാഹ് അങ്ങോട്ട് നോക്കും. ഇങ്ങനെ ഇങ്ങോട്ടാ പോകുന്നത്, ചൊർക്കള വയ്ക്കണോ, നമ്മളെ തുജാഹ് ഇങ്ങോട്ടായിരിക്കും. അല്ല ഇങ്ങോട്ടാ ബഹുപ്രമിലേക്ക് വന്ന തുജാഹ് ഇങ്ങോട്ടായിരിക്കും. തുജാഹിൻ്റെ അസൽ വിജാഹുന്നുണ്ടായില്ലേ. അപ്പൊ മുവാജഹത്ത് എങ്ങോട്ടാണോ, അപ്പൊ തങ്ങളെ മുവാജഹത്ത് എങ്ങോട്ടാണോ ആ ഭാഗത്തേക്ക് എന്താക്കും? ഇലാഹുൽ അർശ് ലക്ഷ്യം വെക്കുന്നു. തങ്ങളെ മുറാദും അള്ളാന്റെ മുറാദും ഒന്നായി. അതെ, ഖിബിലിന്റെ വിഷയത്തിൽ കാണുന്നില്ലേ? എന്നിട്ടോ യുത്തിമ്മു കമാലാത്തിലുള്ള ഉന്നതമായ ദറജാത്തിന്റെ കമാലാത്തിനെ അള്ളാഹത്തിൽ ഇത്തുമാമാക്കി കൊടുക്കുകയാണ്. അന്നാകുമ്പോ സ്ഥാനം തന്നെ ഉന്നതം, അതിന്റെ കമാൽ കൊടുത്തു. ഫീ കുല്ലി കമാലിൻ മിൻഹു കമാൽ, തങ്ങളിലുള്ള ഓരോ കമാലിനും കമാലുണ്ട്. അപ്പൊ ഇൽമിന് കമാലാണെങ്കിൽ ഇൽമിന്റെ കമാലുണ്ട് അല്ലേ? അത് തന്നെ ഇത്തുമാമാക്കല്. ഇത്തുമാമാക്കലും ഇക്മാലാക്കലും രണ്ടാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അവിടെ അക്മലേ പറഞ്ഞു. വഅത്മംതു അലൈക്കും നിഅമതി എന്നുള്ള ഇത്മാമ പറഞ്ഞു. അപ്പൊ ഇത്മാമും ഇക്മാലും എന്തല്ല? ഒന്നല്ല. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില, അവിടെ കമാലാ പറഞ്ഞു. വസല്ലിം സലാമൻ താമൻ, അവിടെ താമ്മാ പറഞ്ഞു. നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഏതാണ്ട് കള്ളനും വെള്ളവും പുറത്തിയാൽ നിങ്ങളെ പര്യായ എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? താമ്മായി. അതിന് തേക്കണം, പൊടിക്കണം, അടുക്കള മാറ്റണം, ഉള്ളിലുണ്ട് അടുക്കള പോയിട്ട് മെറ്റിലേക്ക് ജയിക്കണം, അതിന് ടൈൽസ് ഒട്ടിക്കണം, മറ്റാക്കണം, മറിച്ചാക്കണം എന്നെല്ലാം പറയുമ്പോ കമാലാകുന്നു. അവിടെ ഇത്തുമാമും കമാലാത്തും രണ്ടും കൂടി ഇവിടെ പറഞ്ഞു. ഇത്തുമ്പോ കമാലാത്തി ബി വിജാഹിഹി, തങ്ങളുടെ മുനാജാത്ത് കൊണ്ട്, തങ്ങളുടെ ജിഹത്തി മുനാജാത്തി
പിന്നെ യുഗമ്മുൽ ഇദ പടപ്പുകളെ ഗമ്മിലാക്കുകയാണ്. അത് ഗമ്മ എന്നുള്ളത് അങ്ങനെ തന്നെ മുത്തായിദാണ്. യഗുമ്മുൽ ഇദ എന്ന് മതി. അത്തമ്മ പോലെ തമ്മ എന്നുള്ളത് ലാസിമ ഫീലാണ്, അവിടെ അത്തമ്മയാക്കി. ഗമ്മ എന്നുള്ളത് ഫീ നഫ്സിൽ തന്നെ ലാസിമാണെങ്കിൽ യുഗമ്മു എന്ന് വായിക്കണം. അല്ലെങ്കിൽ മുത്താദ്യാക്കം അത് തന്നെ മുത്താദ്യാണെങ്കിലോ യഗുമ്മു. ആ പടപ്പുകൾ എന്താ അത് ആയതാക്കളെ എന്താക്കും? ഗമ്മിലാക്കും. എപ്പോഴും ആയതാക്കൾക്ക് ഗമ്മാണ്. എപ്പോഴും ഇദ്ബാന ഫഖ്റു ഇത്തിജാഹിഹി തങ്ങളുടെ ഇത്തിജാഹിന്റെ ഫഖർ വെളിപ്പെട്ടപ്പോൾ. ഇത്തിജാഹ് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വേദിയിൽ തങ്ങളും മാത്രം ഇടപെട്ടിട്ട് സംഗതി ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ അത് ഫഖറല്ലേ? അപ്പൊ മറ്റൊരു കഴിച്ചു പിടിക്കാൻ തുടങ്ങും. ഗമ്മിലായി. യഉമ്മു ജമീഅൽ ആലമീന മുഴുവൻ ലോകത്തിനെയും അമ്മാക്കും ബിജാഹിഹി തങ്ങളുടെ ജാഹ് കൊണ്ട് അമ്മാക്കും. ലഹുൽ ഇസ്സു തങ്ങൾക്ക് മാത്രമാണ് ഇസ്സു വൽ ഇക്റാമും വറുതുബത്തുൽ ഉൽയ ഉന്നതമായ പദവിയും തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു തആല കൊടുത്തത്. മൗറ്റിലാക്കോ തങ്ങൾക്ക് ബാക്കി. ഇനി شقينا بشوم الكفر لو لم يربينا بإرشادنا للحق مع صقل لبنا يفينا وإن لم فيه شرط حبنا يقينا يقينا جاء هو سخط ربنا به ترحم الموتى به ترحم الأحياء صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات لو لم يربنا തങ്ങളെ നമ്മൾ തർബിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പൊ തർബിയത്തിന് ഇപ്പൊ പുതിയ മോഡേൺ അർത്ഥം എന്താണ്? ചുരുളുമായിട്ട് വരിക, രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കാം, തിരിഞ്ഞു നോക്കുമ്പോ ശേഖൂന ഇപ്പൊ വെച്ചു പുലർത്തുന്ന ആക്കിയത് അല്ലേ? ഇപ്പൊ നമുക്കെല്ലാം മാറി നിൽക്കെങ്കിലും കിട്ടും. അങ്ങനെ ഏതോ കിതാബിലും പറഞ്ഞിട്ടില്ല. അവനെ ചോറിലോണ്ട് അടിക്കുന്നു എന്നത് കിതാബിൽ വന്നിട്ടില്ലല്ല. അപ്പൊ നമ്മ രണ്ടാളും തെറ്റുകാരന്നെ. ഇത് എല്ലാം ഞാൻ പറഞ്ഞത് കിതാബിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയായി. നിങ്ങൾ കണ്ടാൽ മതി. എല്ലാം വലിയ ഹോജാക്കന്മാർ വരെ വിശ്വസിച്ചു നോക്കുന്ന ഇതല്ലേ. ലൗലം യുറബിന തങ്ങള് നമ്മളെ തർബിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ. എങ്ങനെ തർബിയത്ത്? ബി ഇർഷാദിന ലിൽ ഹഖ് ഹഖിലേക്ക് ഇർഷാദാക്കൽ കൊണ്ടും മാശക്കലി ലുബ്ബിന നമ്മളെ കൽബിനെ ഇങ്ങനെ പോളിഷ് ചെയ്ത് ശുദ്ധമാക്കൽ കൊണ്ടും തങ്ങൾ നമ്മൾ തർബിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കുഫറിന്റെ ശോഭ കൊണ്ട് നമ്മൾ ശക്കാവത്തിലായി പോകുമായിരുന്നേനേ. അപ്പം ജവാബ് ഷർത്തും ജവാബും മുന്തിയതാണ്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ റആ ബുർഹാന റബ്ബിഹി നടക്കണല്ലോ. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ എന്ന് പറഞ്ഞാൽ കുഫറാണ്. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ റആ ബുർഹാന റബ്ബിഹി റബ്ബിന്റെ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മൂപ്പർ പൊട്ടുപോകുമായിരുന്നു. അപ്പം എന്തായി? ബുർഹാൻ വന്നതുകൊണ്ട് മൂപ്പറപ്പെടുത്താനായില്ല. എന്താ ബുർഹാനെ? നബുവത്തും വഹയും ഇസ്മത്തും എല്ലാം ഉണ്ട്. അതിന് വേദന്മാർ പറയല് മാടം പൊളിച്ചിട്ടുണ്ട് ഒരു യാക്കോബ് മോനെ എന്ന് വിളിക്കുന്നു. ഏത് കിതാബില്ല അപ്പൊ ഇങ്ങനെയുള്ളത്? അതല്ലേ ഫഖ്റുദ്ദീൻ റാസി മാമ ചോദിച്ച മൂപ്പറ ഇസ്മത്തും ഇതെല്ലാം അവിടെ പോയി. അപ്പൊ ഇൽജാവ് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പോലീസുകാർ കണ്ടിട്ട് മമതിയാക്കിട്ട് ഇട്ടിട്ട് പോയിന്നില്ലേ? പൂട്ട് പൊളിക്കുന്ന അവസരം ഒച്ച കെട്ടപ്പോ ആരോ ആരടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ? ആടിയ ഇന്ന് വന്നാ ഇപ്പൊ അറിയുമെന്ന് നോക്കാനുണ്ട്. ഇനി യഫീന
നമ്മൾക്ക് എന്താക്കുന്നറിയോ പൂർത്തിയാക്കി തരുന്നുണ്ട്. വഫായഫി വഇല്ലം നൂഫിഹി, നാം അങ്ങോട്ട് പൂർത്തിയാക്കി കൊടുക്കുന്നില്ലെങ്കിലും എന്തിനെ ഷർത്ത ഹുബിനെ, ഹുബിന്റെ ഷർത്ത് എന്താണ്? ജീവൻ പോനാക്കാണ് അങ്ങോട്ട് സ്നേഹിക്കലെല്ലാം അവരുടെ അമ്രനഹിയിലൊക്കെ ഫനാകാകലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പാലിക്കുന്നില്ല. ഇപ്പൊ കൊടിയും കൊത്തിയിട്ട് തൊപ്പിയിട്ട് നടക്കുന്നു. ചെരുപ്പിന്റെ മുകളിലൊരു പച്ചക്കൊടി, പിന്നെ പെണ്ണിന്റെ മുകളിൽ പച്ചക്കൊടി, മറ്റപ്പുറം പച്ചക്കൊടി ഇന്നലാക്കി നടന്ന ഹുബിന്റെ ഷർത്തായ. അപ്പൊ തിന്നാൻ കുടിക്കുമ്പോ അടുത്തേക്ക് തന്നെ ഒരാളെങ്കിലും ഇപ്പൊ ഹിഫായ വിടാൻ വേണ്ടിട്ട് വിഷയത്തിലിട്ടാം ഭക്ഷണം കൊണ്ടുവച്ചാല് അപ്പൊ എവിടെന്താ പാലിച്ചത്? അതാ ദപ്പോട്ടുമ്പോ തുള്ളിയെന്ന്, അത് ദപ്പിന്റെ താളത്തിലൊപ്പിച്ച് തുള്ളിയതെന്ന്, മഹബത്തോട് തുള്ളുന്നില്ല. നമ്മുടെ ഹുബുണ്ടെന്ന് പറയാന്നല്ലാണ്ട് ഹുബിന്റെ ഷർത്തൊന്നും നമ്മൾ പൂർത്തിയാക്കുന്നില്ലെങ്കിലും നമ്മക്ക് വേണ്ടുന്നത് തങ്ങളിൽ പൂർത്തിയാക്കി തരുന്നുണ്ട്. എന്നിട്ടോ ഇവിടെ യഖീനൻ എന്ന് പറഞ്ഞാൽ യഖീനായിട്ട് തൗക്കീദ്, യഖീന മുളാരിയ ഫീലാക്കുക, ബക്കാ യഖീന, അപ്പൊ യഖീനൻ യഖീന എന്നായി, ഉറപ്പായിട്ടും നമ്മളെ കാക്കുന്നുണ്ട്. അപ്പൊ അവിടെ യഖീന മുന്തിച്ചാൽ അങ്ങനെയും പറയാ, അല്ല യഖീന എന്ന് പറഞ്ഞിട്ട് ഫെയില് മുന്തിക്കുക, നമ്മളെ കാക്കുന്നു യഖീനൻ ഉറപ്പായിട്ട്. അപ്പൊ ഏതാ മുന്തിക്കാന്നല്ലേ? ഇനി നോക്കാം. സാധാരണ കസമനെ മുന്തിക്കലാ പതിവ്, കസമനെ മുന്തിക്കലല്ലേ പതിവ്. അങ്ങനെയാണെങ്കിൽ യഖീനൻ യഖീന, അല്ലെങ്കിൽ യഖീന യഖീനൻ. ഈ കസമിൽ എന്തുണ്ട്? ഇവിടെ തൻബീനുണ്ടാവും. മുദാരിയ ഫീലി യഖീന. അപ്പൊ നാ എന്താണ്? നമ്മളെ. അവിടെ നൂന് മുത്തക്കല്ലിമ ജമ്മു മുത്തക്കല്ലിമ നമ്മളാന്നത് നെഹനുവെന്ന് എനിക്കെന്തോ യഖീനന്റെ മുദാരിയായിട്ട് അതിന്റെ മഫ്ഊലാണ് യഖീന, നമ്മളെ കാക്കും. കാക്കൽ എന്നുള്ളത് യഖീനൻ ഉറപ്പാണ്, അല്ലെങ്കിൽ യഖീനൻ യഖീന ഉറപ്പായിട്ട് നമ്മളെ കാക്കും. ഒരു മുജാനസത്ത് കണ്ടില്ലേ? വസിനും ഫീലും ഹുറൂഫെല്ലാം, പക്ഷെ രണ്ടും രണ്ട് പറയണ. മിൻ സിദ്ദത്തിൽ ഹസ്മില മിൻ ശദ്ദത്തിൽ ഹുസ്മി എന്ന് പറഞ്ഞ പോലത്തില് ഒന്ന് ഇസ്ബാത്തൊന്നും കിട്ടിയില്ല, ഒറ്റ ഫത്ഹ കൊണ്ട്. മിൻ സിദ്ദത്തിൽ ഹസ്മി ലാ മിൻ ശദ്ദത്തിൽ ഹുസ്മി വമാ തുഫർരിഖു ബൈനൽ ബഹ്മി വൽ മുഹമ്മി. അപ്പൊ ജാഹുഹു യഖീന, കസമിനെ മുദ്ദിച്ചിട്ട് പറഞ്ഞാൽ ജാഹുഹു തങ്ങളുടെ ജാഹ് യഖീന നമ്മളെ കാക്കും, യഖീനൻ ഉറപ്പ് തന്നെ. എന്തിനെ കാക്കും? സുഖ്ത റബ്ബിന, അത് രണ്ടാമത്തെ അഫ്ഊലാണ്, റബ്ബിന്റെ കോപത്തിന്. ബിഹി തുർഹമുൽ മൗത, തങ്ങളെ കൊണ്ടാണ് മരിച്ചവർക്ക് റഹ്മത്ത് കിട്ടപ്പെടുന്നതും. ബിഹി തുർഹമുൽ ഹയ, ജീവിച്ചിരിക്കുന്നവർക്കും റഹ്മത്ത് കിട്ടപ്പെടുന്നതും തങ്ങൾ മുഖേനയാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. പാടെ വെക്കാം, പകുതിയായി. അള്ളാഹു